وحبيبنا المصطفى محمد صلى الله عليه وسلم وإلى حضرات جميع خواص عباد الله الصالحين رضوان الله تعالى عنهم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. തൊന്നുകൂട്ടിട്ട് കടലാസ് വാ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖോടുകൂടി അല്ലാഹു നമുക്ക് ചെയ്ത വലിയ ഒരു അനുഗ്രഹം, ലോകത്തും ആകാശങ്ങളിലും ഭൂമികളിലും അറിയപ്പെട്ട അൽ ആരിഫ് ബില്ലാഹി ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹുവിന്റെ സാരോപദേശങ്ങൾ അടങ്ങുന്ന ഹിക്കം. അതാണ് ഇത് പൊട്ടുന്നതിന് അത് കിതാബ് കരിയും. ഞാൻ പൊട്ടി വീന്നേന്ന് പറഞ്ഞു. അടുത്തതായി ബഹുമാനപ്പെട്ടവർ ഉപദേശിക്കുന്നത്, ഇദാ ഫതഹ ലക ബിജിഹതൻ മിന തഅറുഫി ഫലാ തുബാലി മഅഹാ അൻ ഖല്ല അമലുക ഫഇന്നഹു മാ ഫതഹഹാ ലക ഇല്ലാ വഹുവ യുരീദു അൻ യതഅറഫ ഇലൈക അലം തഅലം അന്ന തഅറുഫ ഹുവ മൂരിദുഹു അലൈക വൽ അഅമാല അൻത മുഹ്ദിഹാ ഇലൈഹി وأنت ما تهديه إليه مما هو مورده عليك. ഇതാണ് ആ ഹിക്മത്ത്. ഇതിന്റെ മദ്മൂൻ അഥവാ ഇതാ കണ്ട സിങ്ങാടി ഇരിക്കുപ്പ. അതിന്റെ ഹക്ക് പോലെ മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് മുഖദ്ദിമാത്ത് ആദ്യം പഠിച്ചിരിക്കണം. അതിനാണ് ചില മുസന്നിഫീങ്ങൾ മദ്ഖൽ എന്ന് പറയും. അതായത് ഈ പറയാൻ പോകുന്ന കണ്ടൻസിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു ഗേറ്റ്. എന്താ ഇതിൽ നമുക്ക് പറയേണ്ടത്? ഒന്നാമത്തെ മുഖദ്ദിമ, നമ്മള് ഹാദിസായ മൗജൂദ, ഇതെല്ലാം ഓരോ നേരം കളയാനുള്ള പദ്ധതിയാണ്. ഹാദീസ് എന്ന് പറഞ്ഞാൽ കുറെ കാലം ഇല്ല, കുറച്ചു മുമ്പില്ല. ഇപ്പൊ നവാസ് ഉസ്താദിന് 50 വയസ്സ് കൂട്ടിയാൽ 50 കൊല്ലത്തിന് മുമ്പ് നവാസ് ഉസ്താദ് എന്നൊരാളില്ല. ഉണ്ടാ അവിടെയുള്ളത്? ഇതാണ് ഹാദീസിന്റെ അവസ്ഥ. ഇനി കുറെ കാലം കഴിഞ്ഞാൽ കുറച്ചു കാലം ഉണ്ട് 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 എന്നിങ്ങനെ പറഞ്ഞിട്ട് കുറെ കാലം കഴിഞ്ഞാൽ ഇല്ല. ഇതാണ് ഹാദീസിന്റെ അവസ്ഥ. അപ്പോൾ ഇല്ലായ്മയിൽ നിന്ന് നമ്മളെ ഉള്ളവനാക്കുന്ന പിന്നിൽ നിന്നുള്ള ഒരുത്തന്റെ ഇല്ലാതെ ഇല്ലാത്ത കാലത്തോളം അവിടെ ഒരു കട്ട വെക്കുമ്പ ഇതെല്ലാം ആദ്യം ആക്കി വെക്കേണ്ട കാര്യങ്ങളാണ്. വേറൊരുത്തന്റെ പരസഹായമില്ലാതെ കണ്ട് ഹാദിസിലൂടെ ഒന്നുമില്ല. അതായത് നമ്മളുമില്ല, നമ്മൾക്കുള്ളതുമില്ല. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നമുക്ക് ഇംദാദ് നൽകി ഇല്ലാത്ത അവസ്ഥയിൽ നിന്ന് ഉള്ള അവസ്ഥയിലേക്ക് എത്തിച്ച്
എന്നിട്ടോ നമുക്ക് എന്തൊക്കെ വേണം? കേൾവി വേണം, കാഴ്ച വേണം, ബുദ്ധിശക്തി വേണം, മറ്റുള്ള കഴിവുകൾ വേണം, ആഹാരം വേണം, വെള്ളം വേണം, വെളിച്ചം വേണം, വായു വേണം, അങ്ങനെ തുടങ്ങി പലതും വേണം. ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്പപ്പോൾ എന്താക്കി കൊടുത്തോണ്ടിരിക്കും. നീ കുറെ എടുത്തോ, നീ പോയിക്കോന്നല്ല പറയുന്നത്. അപ്പൊ അള്ളാഹുമായി ഈ ഹാദിസായ വസ്തു എന്ന് നമ്മൾക്ക് കണക്ഷൻ മുറിഞ്ഞ ഇതില്ല, ഒരു ലഹത പോലും ഉണ്ടാവൂല. മനസ്സിലാക്കാൻ പോകുന്നത് ഇപ്പൊ ഈ കത്തിക്കൊണ്ടിരിക്കുന്ന ട്യൂബിൽ ബൾബെടുക്കുക, വയറിൽ കൂടി കറണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഒരു സെക്കൻഡ് സമയം കണക്ഷൻ സർക്യൂട്ട് മുറിഞ്ഞാൽ ഇത് തുടർന്ന് കത്തൂല, അപ്പം കിട്ടും അല്ലേ? നിങ്ങൾ മനസ്സിലാക്കണ്ട. കുറച്ച് തിരിയാൻ പ്രയാസമുണ്ടെങ്കിലും തിരിയൂന്നാണ് കരുതിയിട്ടാണ് ഇന്നല്ലെങ്കിൽ നാളെ തിരിയും. ഓരോ ലഹളയിലും ലഹള എന്നുള്ളത് ചെറിയൊരു ടൈം പറഞ്ഞതേ ഉള്ളൂ. അതിനെ അംശയിക്കാൻ പറ്റുമെങ്കിൽ അതിനേക്കാറഞ്ഞ സമയത്ത് അള്ളാഹുവിന്റെ മക്കൾ നിങ്ങൾ ഇണ്ടാതെന്താക്കും കിട്ടിക്കൊണ്ടിരിക്കാത്ത കാലത്തോളം മനുഷ്യനില്ല, കേൾവിയില്ല, കാഴ്ചയില്ല, ബുദ്ധിശക്തിയില്ല, ഒരു കഴിവുമില്ല, ഒരു ഹൗലുമില്ല, ഒരു കൂപത്തുമില്ല, ഭക്ഷണവുമില്ല, വെള്ളവുമില്ല, ഒന്നുമില്ല, എല്ലാം കാര്യം. അവസാനം ഉജൂദുമില്ല. ഇതാണ് നമ്മുടെ അവസ്ഥ. ആദ്യമായി ചിന്തിക്കാനുള്ളത്. അപ്പൊ നമ്മ ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന നമ്മുടെ കഴിവുകളോ എന്തുണ്ടെങ്കിലും അവിടുന്ന് കിട്ടിയത് മാത്രം. എപ്പോഴാണോ പിൻവലിക്കുന്നത് അപ്പോൾ ഇല്ല. ഇതല്ലേ? ഇനി രണ്ടാമതായുള്ള ഒരു മുഖദ്ദിമ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അവന്റെ ഇബാദകളുമായി നമ്മളുമായിട്ട് ഒരു പ്രത്യേക കണക്ഷൻ ഉണ്ട്. എന്താ കണക്ഷന്? അള്ളാഹുവിന്റെ ജലാലിയായ അസ്മാകൾ ഉണ്ടാവും, ജലാലിയായ സിഫാത്ത്. ആ സിഫാത്തിനെ തുടർന്നുള്ള അസ്മാകൾ, അതിനെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ മുഖദ്ദസായ ദാത്തിലെല്ലാം ഉണ്ട്. അതുപോലെ ജമാലിയായ സിഫാത്തുണ്ട്, ജമാലിയായ അസ്മാ ഉണ്ട്, ജലാലിയായ അഫ്ആലുകളുണ്ട്. അപ്പൊ ചുരുക്കത്തില് അവന്റെ അബ്ദിനെ കൈകാര്യം ചെയ്യുന്നത് മാബൈന ജലാൽ മാബൈന ജമാൽ. ജമാല് വന്നാൽ എന്താ ഉണ്ടാകല്? സർറാ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ സാമ്പത്തികമായോ ആരോഗ്യപരമായോ കുടുംബപരമായോ ഒന്നോ ആവട്ടെ അവന് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളായിരിക്കും എന്താ ജമാൽ. ജലാല് വന്നാലോ ദർറാ എന്ന് പറയും. ഇതല്ലാത്ത മൂന്നാമത്തൊന്നുണ്ടോ? സർറാ ദർറാ. ഈ അല്ലാഹുവിന്റെ ജലാലിന്റെയും ജമാലിന്റെയും സിഫാത്തുകളുടെ പ്രകടനമാകുന്ന അബ്ദിൽ പതിയുന്ന ജലാലാവട്ടെ ജമാലാവട്ടെ ഇതിന്റെ ഇടയിലാണ് മനുഷ്യ ജീവിതം അടിച്ചു പോകുന്നത്. തനിച്ച ജമാലായിരിക്കൂല എപ്പോഴും, തനിച്ച ജലാലായിരിക്കൂല എപ്പോഴും. മാബൈന ജലാലിൻ മാബൈന ജമാൽ. ഇത് മനസ്സിലാക്കുന്നുണ്ടല്ലോ. അപ്പൊ ജലാല് വന്നാൽ എന്താ ഉണ്ടാകല്? നമുക്ക് അനിഷ്ടകരമായ ചില സംഭവങ്ങളൊക്കെ ഉണ്ടാവും, രോഗങ്ങളുണ്ടാകും, ചിലപ്പോ മനപ്രയാസങ്ങൾ ഉണ്ടാകും, സാമ്പത്തിക ക്ലേശമുണ്ടാകും, ദുഃഖകരമായ പല കാര്യങ്ങൾ. ജമാല് വന്ന നേരെ ഓപ്പോസിറ്റ്. അപ്പൊ സന്തോഷത്തിന്റെയും സന്താപത്തിന്റെയും ഇടയിലാണ് മനുഷ്യ ജീവിതം മൊത്തത്തിൽ പോകുന്നത്. അപ്പോഴെപ്പോഴും എനിക്ക് സന്താപം ഉണ്ടാവരുത് എന്ന് തീരുമാനിച്ചാൽ ലായംസി, അത് നടക്കൂല. തിരിച്ച് ചിന്തിച്ചാലും നടക്കൂല. അപ്പം പറയട്ടെ, രാവിന്റെയും പകലിന്റെയും ഇടയിലാണ് ദുനിയാവ് നടക്കുന്നത്. എപ്പോഴും പകലായിരിക്കണം, ഇരുട്ടുണ്ടാകാൻ പാടില്ല തീരുമാനിച്ചാൽ ലോകയില്ല. തിരിച്ചു വെച്ചാൽ അങ്ങനെ തന്നെ. അതല്ല അള്ളാഹു പറഞ്ഞേ, ഖുൽ അറഅയ്തും ഇൻ ജഅലല്ലാഹു അലൈക്കുമുൽ ലൈല തുടക്കുന്ന അസ്റമദൻ ഇലാ യൗമിൽ ഖിയാമ. എല്ലാ കാലത്തും എല്ലാ അവസരത്തിലും ഖിയാമത്ത് നാൾ വരെ അള്ളാഹു രാത്രി മാത്രമാക്കിയാൽ നീ എങ്ങനെ ജീവിക്കും? വീണ്ടും ചോദിക്കുന്നത്, മുഴുവനും പകലാക്കിയാൽ നിങ്ങൾ എങ്ങനെ ജീവിക്കും? ഫമിർ റഹ്മത്തിഹി ജഅല ലക്കുമുൽ ലൈല വന്നഹാർ. നിങ്ങൾക്ക് ലൈലി ആവശ്യമാകുന്ന അവസരത്തിൽ ലൈല് തരും, ഇരുട്ട് തരും, അതിന്റെ സ്വഭാവങ്ങളുണ്ട്. നിങ്ങൾക്ക് പകൽ ആവശ്യമുള്ള സമയത്ത് അതിനുള്ളത് നിങ്ങൾക്കുണ്ടാവും. ഇതാ മനുഷ്യ ജീവിതം. നമ്മ എന്തിനാന്ന് തിരിയാത്തോണ്ടാ നമ്മ ഞാൻ അന്തം വിട്ട് കളിക്കുന്നത്. അപ്പോൾ ജമാല് വന്നാല് നമ്മൾക്കൊരു ബോധീപുണ്ട് അബുദങ്ങളെ. എന്താന്ന് ജമാല് വന്നാല് സറാ വരും. ഇന്ന അസാബത്തുഹു സറാഉ ശക്ര ശുക്ർ.
ഇൻ അസാബത്തുഹു ദർറാഉ സബറ. അപ്പൊ മനുഷ്യ ജീവിതം ശുക്രിന്റെയും സബറിന്റെയും ഇടയിൽ അള്ളാഹു നിർത്തിയിരിക്കുന്നു. മറ്റൊരു ശൈലിയിൽ പറഞ്ഞാൽ ജമാലിന്റെയും ജലാലിന്റെയും ഇടയിൽ നിർത്തിയിരിക്കുന്നു. അപ്പൊ എന്തിനാണ് അല്ലാഹു തആല ചിലപ്പോൾ ജലാലി ചിലപ്പോൾ ജമാലി ഒരു പരിചയപ്പെടുത്തുന്ന എന്ന് പറയുന്നത്? അതായത് അള്ളാഹുവിനെ ജലാലിൽ കൂടിയും ജമാലിൽ കൂടിയും അറിയുക, മഅരിഫത്താണ് നമ്മളെ മത്ലൂബ്. അതറിയണം. അപ്പൊ നല്ല ചൂടുള്ളൊരു അടി കൊടുത്തിട്ട് എനിക്ക് തല്ല് കിട്ടാനുള്ള ഇതുകൊണ്ട് ചൂടാന്ന് പറഞ്ഞ 2 മുട്ടായി വാങ്ങി കൊടുത്തിട്ട് തിന്നേന്ന് പറഞ്ഞാൽ അതും അറിയുന്നില്ല. അപ്പൊ ചുരുക്കത്തിന് തഅറുഫ് എന്നാണ് സൂഫിയാക്കൾ അതിനെപ്പറ്റി പറയാം. തഅറുഫ് എന്തിന് പിടിച്ചത്? അറഫ യഅരിഫു. അറഫ എന്ന് പറയുന്നത് അറിഞ്ഞു എന്നല്ലേ അല്ലേ? അപ്പം അറിയിച്ചു കൊടുക്കല്, പരിചയപ്പെടുത്തൽ. റബ്ബ് അബ്ദിനെ വിളിച്ചിട്ട് പരിചയപ്പെടുത്തുന്നു, എന്താ ഞാനിങ്ങനെയെന്നേ. അതുകൊണ്ട് എന്റെ വല്ലായ്മ എന്താ വന്നത്? ജമാലി ശക്ര. അള്ളാഹ്ക്ക് ശുക്ർ വാങ്ങിയിട്ടല്ല, അത് നമ്മുടെ പണിയാണ്. ആരും ശുക്ർ ചെയ്തിട്ടില്ല. അള്ളാഹ്ക്ക് എന്താ പറഞ്ഞു? ഒന്നും അറിയില്ല. അള്ളാഹു പരിചയപ്പെടുത്തൽ. ഇത് നമുക്ക് സംഭവിക്കുന്ന ഓരോ സംഭവങ്ങളിലും അല്ലാഹു തആല അവന്റെ സിഫാത്ത് നമ്മളിലേക്ക് പറഞ്ഞിട്ട് നമ്മളെ പരീക്ഷിക്കുന്നു, അല്ലെങ്കിൽ അവനെ പരിചയപ്പെടുത്തുന്നു എന്ന് നാം മനസ്സിലാക്കണം എന്നാ പറയും. അപ്പൊ ഒരു മുഖദ്ദിമ ക്ലിയർ ആയില്ല. ഈ മുഖദ്ദിമ ചേർത്ത് വായിച്ച ട്രെയിനുടനെ അടുത്തത് മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ബാഹിറായ അഭാവങ്ങൾ നടത്തിയിട്ടുണ്ട്. മണ്ണോണ്ടുണ്ടാക്കിയത്. നമ്മളെ വീടിൽ നിൽക്കുന്ന കുടുക്കിയും ചട്ടിയെല്ലാം കാണുന്നില്ലേ? അതാണ് സാധനം. അതിന് മറ്റൊരു പേശ. കുടുക്കന്റെ ഹയ്യത്ത് വേറെ, ചട്ടിന്റെ ഹയ്യത്ത് വേറെ, പൂജന്റെ ഹയ്യത്ത് വേറെ, മനുഷ്യ ശരീരത്തിന്റെ ഹയ്യത്ത് വേറെ. ഇതെന്താ സാധനം? മണ്ണ്. ഇതിൽ കുറെ അംഗങ്ങൾ. അതിന്റെ അകത്ത് ബാത്തിനിയായ ഒരു റൂഹിനെ വെച്ചിട്ടുണ്ട്. അത് ഉള്ളു അല്ലെ? ഉള്ളും പുറവും നോക്കിയതാ ഫളില്. പുറത്തുള്ള മണ്ണാങ്കട്ടയും ഉള്ളിലുള്ള ഈ നൂറാനിയ റൂഹും വെച്ച് നോക്കിയ അതിനെ ഫളീലത്തധികം ഉള്ളിലുള്ള. അതുകൊണ്ടെന്താകും? ഉള്ളിൽ ബന്ധപ്പെട്ട അമാലുകൾക്ക് ഫളായില് കൂടും ലാഹിറായ അംഗങ്ങളേക്കാൾ. ഓരോ മുഖദ്ദിമാത്താണ് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ മുസന്നിഫിന്റെ സംസാരം തിരിഞ്ഞ് ഇതല്ലേ. അപ്പം ലാഹിറായ അംഗങ്ങളെ കൊണ്ട് എന്തെങ്കിലും അമാല്, ഇതെന്താ അമാല് പുറത്തു വന്നു. ഒരാൾക്ക് ലാഹിറായ അമാല് കുറച്ച് കുറവുണ്ട്, പക്ഷെ ബാത്തിൽ അമാൽ നടക്കുകയാണെങ്കിൽ ആരെ കയ്യിൽ അഫ്ളലുള്ളത്? ബാത്തിന്റെ ആള്. ദോഷങ്ങളായാലും അങ്ങനെ തന്നെ. ലാഹിറായ ദോഷങ്ങളെക്കാൾ കടുപ്പം കൂടും ബാത്തിനായ ദോഷങ്ങൾ. അതുകൊണ്ടാണ് മിസ്കാല് ദർറത്ത് കിബറുണ്ടെങ്കിൽ സ്വർഗത്തിന്റെ അടുപ്പിക്കാൻ പോലും പറ്റൂല. അത് മിസ്കാല് ദർറത്തെ കൊണ്ടു. കിബറ് ഇത്ര വലുതൊന്നും വേണ്ട, ഒരു തെരിയുണ്ടന്റെ വലിപ്പൊന്നും വേണ്ട. മിസ്കാലു ദർറത്തുന്നാർ ഉള്ളി കിബറുണ്ടെങ്കിൽ സ്വർഗയില്ല. എന്താണ്? അത് ബാത്തിനിയായ ദോഷങ്ങളെ. ഇതുപോലെ തന്നെ അതാണ് വലദർറത്തും മിൻ അഅമാലിൽ ഖുലൂബ് തുവാസി അഅമാല സകലൈൻ. അബുൽ ഹസൻ ശാദിലി റളിയല്ലാഹു അൻഹു ഗസാലി ഇമാം ഇടക്കിടക്ക് ആവർത്തിക്കും, കൽബ് കൊണ്ടുണ്ടാകുന്ന ഒരു അമലി, ഈ അമലിന്റെ ഒരു ദർറത്ത് മതി, ഒരണു. അതെന്താക്കും? മറുതട്ടിൽ ബാഹ്യരായ അംഗങ്ങളാകുന്ന വലിയൊരു പർവ്വതം തന്നെ വെച്ച് തൂക്കിയാലും ഈ ദർറത്തിനാണ് തൂക്കം കൂടുക. ഇപ്പൊ മനസ്സിലായ? ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആലയും അബ്ദും നോക്കിയാൽ ആരിക്കാ ഫളീലത്തധികം? അല്ലാഹു തന്നെ. അപ്പോൾ അല്ലാഹുവിന്റെ പക്കൽ നിന്ന് അബ്ദിന് എന്താക്കി? ചെറിയ ഒരു നിഅമത്ത് കൊടുത്തു. ഒരു ചെറിയ നിഅമത്ത് കൊടുത്താൽ അബ്ദിനെ സംബന്ധിച്ച് അത് വലിയ നിഅമത്താണ്. ആരാ തരുന്നവന്റെ കദറ് നോക്കണം. അപ്പൊ നിയമത്തിന്റെ വലിപ്പം കൂടും, ഒരു കടുമണിയായിരിക്കും. അതേ അവസരത്തിൽ അബ്ദ് എന്താക്കിയെന്ന് അറിയോ? വലിയ അമൽ ചെയ്തിട്ട് അല്ലാഹുക്ക് സമർപ്പിച്ചാൽ അല്ലാഹുവിൽ ഒന്നിനും മതിയാവില്ല, മൂല്യം കുറവാണ്. ഇപ്പൊ മനസ്സിലായ? ഇനി ഇവിടെ ചിന്തിക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല ലറായ് കൊണ്ട് പരീക്ഷിച്ചു. എന്തിനാ പരീക്ഷിക്കുന്നത്? അത് നമുക്ക് ബുദ്ധിമുട്ടാകുന്ന ചില കാര്യങ്ങൾ, രോഗങ്ങൾ എന്ന് വിചാരിക്കാം. ഇതുകൊണ്ട് പരീക്ഷിക്കുമ്പോൾ മനുഷ്യന്റെ പിന്നിലുള്ള എന്താ ലക്ഷ്യം? നമുക്ക് പരിചയപ്പെടുത്തില്ല.
അള്ളാഹിനെ പറ്റി പരിചയപ്പെടുത്തുമ്പോൾ തഅറഫിൽ കൂടി ഇവനിക്ക് മാരിഫത്ത് കിട്ടി. എന്തിന്റെ അമലാന്നത്? ബാത്തിന്റെ. അപ്പം അള്ളാഹുവിന്റെ മാരിഫത്ത് കിട്ടുക എന്ന് പറഞ്ഞത് ചെറിയ നിയമത്തല്ല, ഏറ്റവും വലിയ നിയമത്താണ്. അപ്പൊ ബുദ്ധിമുട്ടാകുന്ന നമുക്ക് തരുന്ന അവസരത്തിൽ ഇത് റബ്ബിന്റെ പക്കൽ നിന്നുള്ളതാണെന്നും അറിയുക, റബ്ബിന്റെ ഔസാഫിനെ എനിക്ക് പരിചയപ്പെടുത്തുന്നതാണെന്നും അറിയുക. അതിൽ കൂടി അറിയുമ്പോൾ അള്ളാഹിനെ പറ്റിയുള്ള ഒരു മാരിഫത്ത് പരിചയപ്പെടൽ ഏകദേശം ഇവനെ ആസ്വദിച്ചു ഇതല്ലേ. അപ്പൊ കൽബിന്റെ വലിയൊരു അമല് കിട്ടി. ഇത് ആസ്വദിച്ച് നോക്കുമ്പോഴേക്ക് ഇവനിക്ക് രോഗം പിടിച്ചിട്ട് ഇതല്ലേ വർറാകല്ലേ, ഇവനിക്ക് കുറെ ക്ഷീണം. പിന്നെ മുമ്പ് നിസ്കരിക്കുന്ന ആളുകൾക്ക് ഇപ്പൊ ഇരിക്കേണ്ടി വരുന്നു. മുമ്പ് പല റവാത്തിബും പല സുന്നത്തും എടുക്കുന്ന ആൾക്ക് ഇപ്പം വെറുതെ മാത്രം എടുക്കേണ്ടി വരും. നിങ്ങളുടെ അവസ്ഥ വരുമല്ലോ. അപ്പോൾ അമല് ചുരുങ്ങി. ഏതമലാ ചുരുങ്ങിയത്? ലാഹിറായ അമല് ചുരുങ്ങിയിട്ടുണ്ട്. ആ ലാഹിറായ അമല് ചുരുങ്ങിയ സ്ഥലത്ത് ബാത്തിനായ അമല് അല്ലാഹുവിന്റെ തഅറഫാണ് പകരം കിട്ടിയത് നോക്ക്. ഇപ്പൊ നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തി അല്ലേ. എന്നാൽ നമുക്ക് മൂല്യം കുറഞ്ഞ, തീരെയില്ല എന്നല്ല, അതിന്റെ മൂല്യമുണ്ട്. പക്ഷെ താരതമ്യേന മൂല്യം കുറഞ്ഞ ലാഹിറായ അമല് മുടങ്ങിയാലും ബാത്തിനായ അമലിന്റെ മാരിഫത്ത് കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് ചെറുത് നഷ്ടപ്പെട്ടിട്ട് വലിയൊന്ന് കിട്ടിയിരിക്കുന്നു. സംഗതി മനസ്സിലായ? ഇനിയൊന്ന്, നീ അല്ലാഹുവിന് സമർപ്പിക്കുന്ന നിന്റെ അമല് അല്ലാഹ് തന്നയിലേക്ക് ചേർത്ത് നോക്കിയാല് നിന്റെ കൊഞ്ചം ചെറിയ സാധനം നഷ്ടപ്പെട്ടിട്ട് അല്ലാഹ് നിനക്ക് തന്ന വലിയത് കിട്ടിയിരിക്കുന്നു. ഇത് രണ്ടും കൂടെ തൂക്കിയട്ടെ. നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തി. അതാ മൂപ്പറ പറയുന്നത്, ഇദാ ഫതഹലക ബിജിഹത്തൻ മിന തഅറഫ്. തഅറഫിന് രണ്ട് ഭാഗമുണ്ട്. അതാ വിജിഹത്ത്. പള്ളിയിലേക്ക് കയറാൻ എത്ര വിജിഹത്ത് ഉണ്ട്? ഒന്ന് മെയിൻ ഗേറ്റ് ഉണ്ട് ഇവിടെ അല്ലേ. ഞങ്ങൾക്ക് തിരിയോ ഞങ്ങൾ വിചാരിച്ചിട്ടിരുന്നേ, തിരിയാതൊന്നും അത്ര ബുദ്ധി പറഞ്ഞ പുള്ളറൊന്നുമില്ല. മറ്റൊരു വിജിഹത്ത് ഇടയെന്ന് അവിടെ. ഇതുപോലെ അല്ലാഹു തആല അബ്ദിന്റെ അവന്റെ സിഫാത്തുകളെ കുറിച്ച് പരിചയപ്പെടുത്തുന്നതിന്റെ രണ്ട് വിജിഹത്ത് വെച്ചിട്ടുണ്ട്. ഒരു വിജിഹത്ത് പറഞ്ഞ ജമാലി കൂടിയിട്ട് സർറാഹ് തരും, അതല്ലേ. അതിന് പകരം കർമ്മം കൊടുക്കണത് ശുക്ർ കൊടുക്കണം. മറ്റൊരു വിജയത്തേലാണ് ജലാലി. അപ്പൊ എന്താകും? ദർറാവ് വരും. ദർറാവ് വരുമ്പോ സബർ തിരിച്ചു കൊടുത്തോളണം. സബറിൽ അങ്ങ് ഇരുന്നോളാം. രണ്ടിലൊന്നുണ്ട് തഅറഫുണ്ട്, പരിചയപ്പെടുത്തുക. ഈ പരിചയപ്പെടുത്തുക എന്നുള്ള ആ തഅറഫിൽ കൂടിയുള്ള മഅരിഫത്ത് കിട്ടിക്കഴിഞ്ഞാൽ നിനക്ക് ഇവിടെ എന്താകും? ലാഹിറായ ചില അമലുകൾ മുടങ്ങിക്കിടക്കുന്നുണ്ടെങ്കിലും നന്നസ്കരിക്കുന്ന ആൾക്ക് ഇരുന്നിരിക്കേണ്ടി വന്നു അല്ലെ. ചിലപ്പോ കടന്നിരിക്കേണ്ടി വരും. ചിലപ്പോ മത്തിയെ നോമ്പോക്കാൻ കഴിയുന്ന നോമ്പോക്കാൻ കഴിയുന്നില്ല. മണിക്കൂറോളം ഭക്ഷണം കഴിക്കണം, മരുന്ന് കഴിക്കണം, കുറെ അമല് മുടങ്ങും. പക്ഷേ ആ മുടങ്ങിന് പകരം എന്ത് കിട്ടുന്നുണ്ട്? ഇപ്പറോ ആ തഅറഫ് മനസ്സിലാക്കുന്ന ആൾക്ക് അല്ലാഹു എന്ത് കിട്ടി? ജലാലിയായ തഅറഫ് കിട്ടി എന്നർത്ഥം. അതെന്താ? ഇത് ജലാലിയാണ് എന്ന് മനസ്സിലാക്കാൻ എന്താന്ന് ഇബാറത്തിന്റെ കരീനത്ത് നോക്കിയാൽ മതി. ഇദാ ഫതഹലക ബിജിഹത്തൻ മിന തഅറഫ്. തഅറഫിന്റെ ഒരു വാതിൽ എനിക്ക് തുറന്നു. തഅറഫിന്റെ വാതിലിന് ജലാലിയുണ്ട് ജമാലിയുണ്ടല്ലോ. ഇത് ജലാലിയാന്ന് നിങ്ങൾക്ക് കിട്ടി, രണ്ടിനും പഠിക്കുന്നില്ലേ? അതിനപ്പുറം പറയുന്നതാ നിനക്ക് അമല് മുടങ്ങിപ്പോയാ ദുഃഖിക്കരുതേ. അപ്പം ജലാലിയാന്ന് മനസ്സിലായി. ശുക്രുള്ള ആളാണെങ്കിൽ ജമാലിയാ തുറന്നതെങ്കിൽ അമല് ചുരുങ്ങൂലല്ലോ. ഇപ്പൊ ഒക്കെയാ. അവൻ വിജിഹത്തൻ മിന തഅറഫ് എന്നുള്ളത് ആമാണെങ്കിലും ജലാലിക്കും ജമാലിക്കും സാധിക്കാകുമെങ്കിലും ജലാലിയാണ് മഖ്സൂദ് എന്തായി ശേഷം വരുന്ന ഇബാറത്തിൽ കൂടി മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ അല്ലാഹു എന്താക്കി? ജലാലിയായ ഒരു വിജിഹത്ത് തുറന്നു കളഞ്ഞു. എന്നാല് ഫലാ തുബാലി മഅഹ, ആ വിജിഹത്തിനോടൊപ്പം നീ കൂട്ടാക്കണ്ട, ഒരു പ്രശ്നാക്കണ്ട. എന്ത്? അങ്കല്ലമൽ. ഏതമല്? ലാഹിറോ ബാത്തിനോ? ലാഹിറായ അമൽ ചുരുങ്ങിപ്പോയി എന്ന അന്വയിക്കണം. അത് കല്ലയില് അന്ന് കിടന്നാൽ എന്താ? കുറയൽ എന്ന മസ്തരിയായ മേല്. ഇങ്കല്ല എന്നല്ല, ഷർത്തിയായ എന്നല്ല, അങ്കല്ലമൽ. നിന്റെ അമല് ചുരുങ്ങിപ്പോയല്ലോ എന്നുള്ളത് ഒരു പ്രശ്നമാക്കി നീ ദുഃഖിച്ചിരിക്കണ്ട. പകരം മറ്റൊന്ന് കിട്ടിയിട്ടുണ്ട്.
വില നീട്ടിയിട്ടുണ്ട്. എന്തുകൊണ്ട്? അല്ലാഹു തആല ആ വിജയത്തിനെ തുറന്നെന്തിനാണ്? ഇല്ലാ വഹുവ യുരീദു അള്ളാഹുവിനെ പറ്റി ജലാലിയായ തജല്ലിയാത്തിലൂടെ നിനക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി അല്ലാതെ അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല. അപ്പൊ അള്ളാഹുവിന് ഉദ്ദേശം എന്താക്കി? അതിൽ ഹസ്രത്ത് ഇല്ലാ വഹുവ യുരീദു എന്നല്ല പറഞ്ഞേ. നിനക്ക് തഅറുഫ് ആകുന്ന നിഅമത്ത് തരത്താണ് ആ പരീക്ഷണത്തിൽ കൂടി നിനക്ക് ഉണ്ടായത്. വേറൊന്നും തുറന്നിട്ടില്ല. ഇപ്പം തിരിഞ്ഞാ ഇനി എന്താ? അലം തറ. ഇനി നമുക്ക് താരതമ്യം. നീ നോക്ക്, അന്ന തഅറുഫ, അള്ളാഹു നിന്റെ പക്കൽ നിന്ന് നിനക്ക് കിട്ടുന്ന തഅറുഫ് ഉണ്ടല്ലോ, ഹുവ മോനിദുഹു അലൈക, അത് നിനക്ക് ഇങ്ങോട്ട് കിട്ടുന്നത് അള്ളാന്റെ പക്കൽ. വൽ അഅമാൽ, അഅമാലോ എന്തൊരു പശുവായി വെക്കുന്നു. വല്ല അഅമാലു അന്ത മുഹ്ദിഹാ ഇലൈഹി, അമല് എന്ന് പറഞ്ഞാൽ നീ അങ്ങോട്ട് കൊടുക്കുന്നതാണ്. ഇത് രണ്ടും കൂടെ തൂക്ക്. വഅൈനമാ തുഹ്ദിഹി ഇലൈഹി, നീ അല്ലാഹു തആലാക്ക് ഹദിയാക്കി കൊടുക്കുന്ന ആ അഅമാലുണ്ടല്ലോ, അതെവിടെ കിടക്കുന്നു? മിമ്മാഹു മുരിദുഹു അലൈക, അവൻ നീക്ക് തന്നതിലേക്ക് ചേർത്താൽ അതിന്റെ സ്ഥാനം എന്തുണ്ട്? അപ്പൊ കുറഞ്ഞത് നഷ്ടപ്പെട്ട വകയിൽ കൂടിയത് കിട്ടിയെങ്കിൽ അതിനാ മൂല്യം കണക്കാക്കേണ്ടതെന്നാ പറയും. പക്ഷേ നമ്മളെ തഅറുഫോ അതോ ഒന്നും നമ്മളെ കൽബിൽ പണ്ടേ പഠിക്കാത്തത് കൊണ്ടും അത് പരിചയമില്ലാത്തത് കൊണ്ടും എന്തായി? വിഷമം വന്നാലും ഒരാളോടല്ലോ പോയി പരാതി പറഞ്ഞ് അങ്ങനെ ഇപ്പൊ ഇങ്ങനെയായിപ്പോയി, പഠിച്ചോന്നാ തന്നെ നോക്കാത്ത, അങ്ങനെ ഇങ്ങനെ അങ്ങനെ നോക്കി അള്ളാഹിനെ പറ്റി കുറെ കേസും കൊടുത്ത്. പക്ഷെ അള്ളാഹിനെ കേസെടുക്കുന്ന കോടതി ഇടങ്ങില്ല. ഇവനിക്കെന്തല്ല ഹസ്രത്ത് ദുനിയാ വൽ ആഖിറത്ത്, രണ്ടുമില്ല. ഇപ്പൊ നമ്മളെ ഇബാറത്തിന്റെ ചുരുക്കം മനസ്സിലായ ഇനി നമുക്ക് ആ ഷേഡിലുണ്ട്. ഇദാ ഫതഹ ലക ബിജ്ഹത്തൻ മിന തഅറുഫി, തഅറുഫിന്റെ അർത്ഥം മനസ്സിലായല്ലോ, അള്ളാഹുവിന്റെ പരിചയപ്പെടുത്തൽ. അള്ളാഹു അവന്റെ കുറിച്ച് അടിമക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഞാൻ റബ്ബല്ലേ, ഞാൻ ഇങ്ങനെയൊക്കെയാണ് നീനുമായിട്ടുള്ള ബന്ധം. ഇതെല്ലാം ഹൈറിൽ നടക്കുന്നുണ്ട്. അങ്ങനെ തുറന്നാല് ഫലാ തുബാലി മഅഹാ അൻകൽ അമലുക, അന്നങ്ങനെ വായിക്കണം ബിഫതിഹിൽ ഹംസത്തി. അതായത് അൻകല്ല എന്നുള്ള മാദിയ ഫീലിൽ അന്ന് കിടന്നത്. അപ്പൊ മസ്തറിലേക്ക് മറിക്കുക. അതാണ് ബി ഖില്ലത്തി അമലിക എന്ന് മൂപ്പർ സറഹുദി. അൻകല്ല എന്നുള്ളത് ഖില്ലത്ത് എന്ന് മസ്തറാക്കി മറിച്ചു. അന്നസാലിക ലാ ബുദ്ദ ലഹു ഫീ സുലൂകിഹി മിൻ കസറത്തിൽ അഅമാൽ. മൂപ്പർ തുടങ്ങുന്ന മുഖദ്ദിമ നോക്ക്. ഏതൊരു സാലിക്കായ മനുഷ്യനും അവന്റെ സുലൂക്കിൽ ധാരാളം അമലുകൾ ആവശ്യമാണ് എന്ന് പറയേണ്ടതില്ലല്ലോ. എന്തിനാണത്? ലിയഖ്ത അഖബാത്തിൻ നുഫൂസ്, നഫ്സിന്റെ ഒരുപാട് അഖബാത്ത് മുറിച്ചു കിടക്കാനുണ്ട്. നഫ്സിങ്ങനെ അല്ലാഹുവിന്റെ ഹദ്റത്തിലേക്ക് സഞ്ചരിക്കുന്നു. പറഞ്ഞില്ലേ? അപ്പോൾ ഒരുപാട് കടമ്പകളും പമ്പുകളും കുന്നുകളും കുഴികളും കാട്ടിക്കിടക്കാനുണ്ട്. അപ്പൊ പോന്ന് വേണം, വണ്ടിയിൽ നല്ല പെട്രോൾ വേണം. താങ്ങി നിറയെ പെട്രോൾ ഇല്ലെങ്കിൽ കുറച്ചൊക്കെ വണ്ടി നിൽക്കും. ഇതേമാതിരി ധാരാളം അമാലിലേക്ക് ആവശ്യമായിട്ട് വരും. കേട്ടാ? എന്നിട്ട് വയസില ഇലാ ഹളറത്തി റബ്ബിലേക്ക് എത്തിച്ചേരാനും. അപ്പൊ ഫൈദാ ശറഅ ഫിൽ മുജാഹദത്തി, അയാളെന്താക്കി? ഈ സാലിക്കായ മനുഷ്യൻ മുജാഹദയിൽ ഏർപ്പെട്ട് വതാലത്ത് അലൈഹിൽ മുദ്ദത്തു, കാലം കുറെ നീണ്ടു. എന്നാൽ റുബ്ബമാ കസില അൻ ബഅദി അൻവാഇൽ ഇബാദാത്ത് വൽ ഔറാദ്, ചില ഇബാദാത്തിനെ തൊട്ടും ചില ഔറാദിനെ തൊട്ടും എന്താകും? മടി വന്നിട്ട് അത് സ്തംഭിക്കാനിടയുണ്ട്. അല്ലത്തി റുത്തിബത്ത് അലൈഹ, അപ്പൊ ഫയഹ്സുലു ഇൻദഹു ശിദ്ദത്തുൽ ഹമ്മി വൽ ഗമ്മി. അപ്പോൾ എനിക്ക് അമല് മുടങ്ങിപ്പോയല്ലോ, ഞാൻ മടിയനല്ല, ഞാൻ ഇനി യാത്രയില്ല എന്നുള്ള എന്താക്കും? ദുഃഖങ്ങളും വിഷമങ്ങളൊക്കെ അവനെ പിടികൂടുമ്പോ ഒരുത്തരുടെ കാത്തു നിൽക്കുന്നുണ്ട്, ഇവനെ പിടികൂടണം. എന്താ? വറുബ്ബമാ തസവ്വല ലഹു നഫ്സുഹു
പിന്നെ നഫ്സ് എന്താക്കും? സൂചിപ്പിക്കും അത്തർക്ക ബിൽ കുല്ലിയത്ത്, എന്നാ പിന്നെ കുറെ മുടങ്ങില്ല, എല്ലാം പോട്ടെ. ഏതായാലും മുടങ്ങിയില്ലേ, എല്ലാം പോട്ടെ. അപ്പൊ ഇപ്പുറത്തുനിന്ന് കത്തുന്നുണ്ടല്ലോ, അള്ളാഹുവിന്റെ മാരിഫത്തിൽപ്പെട്ട ചില ഒരു അംശം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്നാലും അതിലേക്ക് നോക്കാതെ അമല് മുടങ്ങിയിട്ട് പച്ച മുടക്കിയിട്ട് എന്താക്കുക, എനിക്ക് കിട്ടാൻ പോകുന്ന കൂടെ തടയും. അപ്പം അത്തരക്കാരോട് ഷെയ്ഖ്, ഏതാ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു മുസന്നിഫ് തങ്ങൾ, ഇലാ അന്നഹു ഇദാ ഫതഹ ലഹു വിജ്ഹത്തുൻ മിന തഅറുഫ്, തഅറുഫിന്റെ ഒരു വിജ്ഹത്ത്, ഒരു വാതിൽ തുറന്നാല് ഐ നൗഅൻ മിനൽ മഅരിഫത്തി കഅൻ അറഫ ബിതരീഖിൽ ദൗഖി, ദൗഖിയ തരീഖ് ചലോ ആസ്വദിച്ചറിഞ്ഞു. മഅരിഫത്തിന്റെ ആ വാതിൽ കിട്ടുന്ന രൂപം അറിയും. എന്താ? അന്നല്ലാഹു തആല ഹാദിറുൻ മഅഹു മുത്തലിഉൻ അലാ ഹാലിഹി എന്ന് മിസാലി, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ കൂടെ എപ്പോഴും ഹാജറുണ്ട്, എന്റെ എല്ലാ ചെറിയ വലിയ അനക്കങ്ങളും അടക്കങ്ങളും എല്ലാം അള്ളാഹുന്റെ ശ്രദ്ധയിലുണ്ട് എന്നുള്ള ഒരു ദൗക്ക് കിട്ടിയാലും എനിക്ക് മഅരിഫത്ത് കിട്ടിയിട്ടുണ്ട്. അതിന് ദൗക്ക് എന്ന് പറയുന്നത് അത് പറയാനും നാമോണ്ട് കാക്കാനും എന്താക്കും ആവും. പക്ഷേ പറഞ്ഞതുകൊണ്ടെന്താവൂല, അള്ളാഹു ഹാദിരി അള്ളാഹു നാദിരി കുറഞ്ഞ പറഞ്ഞതുകൊണ്ട് ലിസാനയ ദിക്കിന്റെ കൂലി അല്ല തരും, അത് പറഞ്ഞാക്കൂല അല്ലേ. പക്ഷേ പൻസാര 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 തസ്ബീഹ് പിടിച്ചിട്ട് ബായി മതിർക്കോ? 1000 വട്ടം പറയുന്നു പൻസാര, ബായി മതിർക്കൊന്ന് വെക്കും. എന്നിട്ട് അത് നാവിൽ ദിക്റായിട്ട് വന്നിട്ടുണ്ട് പഞ്ചസാര പഞ്ചസാര. മധുരിക്കണമെങ്കിൽ നിങ്ങൾ പറയേണ്ടതില്ല, ചെറിയെടുത്തൊരു വാലിട്ടാൽ മതി. അപ്പൊ റൗക്ക് കൊണ്ട് പഞ്ചസാര മധുരമുള്ളതാണ് റൗക്ക് കൊണ്ട് അറിഞ്ഞതുപോലെ അല്ലാഹു ഹാദിരി, ഞാൻ എവിടെ സഞ്ചരിക്കുന്നു അല്ലാഹുവിനെ തൊട്ട് പിരിയുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓരോ സെക്കൻഡിലും അതിനാക്കാണെയും അല്ലാഹുവിന് ഇംദാദ് കിട്ടാതെ കണ്ട് ഇവിടെ അനങ്ങുന്നില്ല, അടങ്ങുന്നില്ല, ചരിക്കുന്നില്ല. ദററ് വന്നാലും അല്ലാഹുവിനെ വെക്കുന്നു, ഷർറാഹ് വന്നാലും അല്ലാഹുവിനെ വെക്കുന്നു. എന്തെങ്കിലും ദുർറ് അല്ലാഹുവിനെ വെക്കുന്നു എന്നുണ്ടെങ്കിൽ ഫലാ കാശിഫ ലഹു ഇല്ലാഹു, അത് അവൻ തന്നെ ദൂരീകരിക്കണം. ഇത് ദൗക്ക് കൊണ്ട് അറിഞ്ഞെന്ന് പറഞ്ഞാൽ ഏതാണ്? അത് ഒരു ഉദാഹരണം. അല്ലെങ്കിൽ അള്ളാഹു മറ്റു ഒരു ഉദാഹരണത്തിന് പറഞ്ഞാൽ ദൗക്ക് കൊണ്ട് കിട്ടി. അള്ളാഹു അല്ലാത്ത ഫാഇൽ ഇല്ല എന്ന് പറഞ്ഞാൽ അതും മഅരിഫത്തിന്റെ ഓരോ ജുംലകളാണ്. അങ്ങനെ ദൗക്ക് കൊണ്ടറിഞ്ഞു. അപ്പൊ ഇവനാരായി? കുറച്ച് അമല് മുടങ്ങിയ ആളുമായി കുറച്ച് ദൗക്ക് കിട്ടിയ ആളുമായി അല്ലേ. അപ്പം പ്രാധാന്യം കുറഞ്ഞ അമല് കുറച്ച് മുടങ്ങിയിട്ടുകൊണ്ട് പ്രാധാന്യം കൂടെ മഅരിഫത്ത് കിട്ടിയ ആളുമായി ഇപ്പം വന്നത്. ഇപ്പം തിന്നില്ലേ? അപ്പൊ എന്താക്കി? കുറെ കടലാസം കൊട്ടും വായനാപത്രം വിറ്റിട്ട് എന്താക്കി? ഒരു പവൻ വാങ്ങിയാൽ കൊടുത്തത് നിസ്സാരം, കിട്ടിയതോ ഒരു അകന്തിന്റെ രൂപം ലാ ഫാഇല ഇല്ലല്ലാഹ് എന്നുള്ള ആ റൗക്ക് കിട്ടണമെങ്കിൽ അഫ്ആലിന്റെ തജല്ലിവന് കിട്ടണം. എന്താ അഫ്ആൽ? അല്ലദി അവ്വലു തജല്ലിയാത്തി ഇൻദഹു, സോഫിയാക്കളുടെ അടുക്കല് ആദ്യമായി കിട്ടുന്ന തജല്ലിൽ അഫ്ആലാണ്. തജല്ലിൽ അഫ്ആലിന് തജല്ലി സിഫാത്ത് വരും, തജല്ലി സിഫാത്തിന് തജല്ലി ദാത്ത് വരും. മൂന്നാ പറയപ്പെടേ തജല്ലി ദാത്ത് ഉണ്ടോ ഇല്ലയോ എന്നൊരു തർക്കമുണ്ട്. ഉണ്ടോന്നുള്ളതാണ് ഹഖീഖത്ത്. അപ്പോ സൂറവർദി ഇമാമുണ്ടല്ലോ ഇല്ല, അതിന്റെ അർത്ഥം അതിന്റെ ഹഖീഖത്ത് പോലത്തെ തജല്ലി ഇവിടെ ഇല്ല, പരലോകത്തെ കിട്ടൂന്നേ എന്റെ അർത്ഥമുള്ളൂ. ഈ തജല്ലി ദാത്ത് വന്നാൽ തന്നെ അല്ലാഹുവിന്റെ ദാത്തിയുടെ കിട്ടുവാനോ സ്പർശിക്കാനോ കഴിയില്ലല്ലോ. അതിന് പരലോകത്തല്ലേ ലിഖാഹ് വെച്ചിട്ടുള്ളൂ. അതാണ് മൂപ്പർ ഇല്ലാന്ന് നഫി ചെയ്ത മർത്തബ. അവ തജല്ലി ദാത്തിന് എന്തുണ്ട്? ഒരു തുടക്കവുമുണ്ട്, ഒരു വലിയ ഒരു അറ്റമുണ്ട്. അപ്പം അറ്റത്തിലേക്ക് നോക്കിയിട്ടാണ് ഈ ദുനിയാവിൽ വെച്ച് കിട്ടൂലെന്നും അള്ളാഹുവിന്റെ ദാത്തിനെ ഈ കണ്ടുകൊണ്ട് ഈ ലോകത്ത് വെച്ച് കാണപ്പെടൂല. എന്നാ മൂസാ നബി ചോദിച്ചില്ലേ? മൂസാ അലൈഹിസ്സലാം കണ്ടതായി തെളിഞ്ഞിട്ടില്ല. തൂറിസിന പൊളിയുകയും മൂപ്പർ ബോധരഹിതനായി വീഴുകയും ചെയ്തു ഈ ലോകത്ത് വെച്ച്.
അതാണ് തജല്ലി ദാത്ത് ഇല്ല എന്ന് പറഞ്ഞതിന് ആ തജല്ലി. അതോ മുസ്തഫ ഖൈറുൽ ബശർ, മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എന്താക്കി തജല്ലി ദാത്ത് കിട്ടിയവരോ. അതുകൊണ്ട് നാളെ മുഅ്മിനീങ്ങൾക്ക് വെച്ച ലിഖാഹ് എന്താക്കി തങ്ങൾക്ക് ഹബീബിനെ അല്ലാഹു തആല കാലേ കൂട്ടി കണ്ടിട്ടുണ്ടെന്നുണ്ട്. അത് സമ്മതിക്കേണ്ടി വരും. പക്ഷെ അംബിഷയത്തിൽ അയിമത്തിന്റെ അടുക്ക ചെറിയൊരു ഖിലാഫുണ്ട്. അപ്പൊ ചില സൂഫിയാക്കള് തജല്ലി ദാത്തി ഇല്ല എന്ന് പറഞ്ഞതിൽ അർത്ഥയത് അതിന്റെ ഹഖീഖിയായ രൂപം. അതേ അവസരത്തിൽ ദാത്തിയ ഷുഹൂദ് ഇല്ല എന്ന് പറഞ്ഞാൽ ആരുമില്ല. അപ്പോ സുഹറവർദി ഇമാമിന്റെയും മറ്റിമാമയുടെ കോടയില് പല ഖിലാഫ ബൈനഹും. അപ്പൊ തജല്ലിന്റെ കൂട്ടത്തിൽ ആദ്യം തൗഹീദിലേതാണ് അഫ്ആല. ഈ അഫ്ആല് കിട്ടിയ ആളാണ് അല്ലേ? എന്നാൽ അതിന് ജവാബ് പറയുന്നത് ഫലാ യുബാലി ഹീനഇദ് ബിഖില്ലത്തിൽ അമൽ, അമല് കുറഞ്ഞു പോയല്ലോ, ചിലത് മുടങ്ങിയല്ലോ എന്നുള്ളത് കൊണ്ട് നീ ബേജാറൊന്നും ആകണ്ട, പ്രശ്നമാക്കണ്ട. എന്തുകൊണ്ട്? അമല് കൊണ്ടുള്ള കാര്യമായ നേട്ടം എന്താണ്? റബ്ബിന്റെ ഹദ്റത്തിലേക്ക് അടുക്കൽ എങ്ങനെ ശരീരം കൊണ്ട് ഇങ്ങനെ അടുത്തു പോക്കാ അല്ല, അപ്പം അമല് കൊണ്ട് മഖ്സൂദായ കാര്യം ഇവിടെ ഒരുപാട് നടന്നിട്ടുണ്ടെന്നാ പറയുന്നു. അപ്പൊ വഫതുഹത്തിൽ വിജ്ഹത്തി ദലീലുൻ അലാ ദാലിക, മുൻകഴിഞ്ഞ അമല് കൊണ്ടെല്ലാം ഒന്ന് കിട്ടിയിട്ടുണ്ട് എന്നുള്ള തെളിവാണ്. വഅല അന്നഹു മുഅതനം ബിഹി, നിനക്ക് അല്ലാഹു തആല ഖുർബ് കൊണ്ട് അല്ലാഹു ലക്ഷ്യം വെച്ചിട്ടുണ്ട് എന്നതിന്റെയും തെളിവാണ്. വഅന്നഹു സയസീറു മിൻ അഹ്ലി ബുദ്ദിഹി, ക്രമേണ എന്താക്കും അല്ലാഹുവിന്റെ മഹബ്ബത്തിന്റെ അഹ്ലുകാരുടെ കൂട്ടത്തിൽ നീ എത്തിച്ചേരും എന്നുള്ളതിന് സൂചനയാണ്. അതുകൊണ്ടാ, അതുകൊണ്ട് അമല് കുറഞ്ഞു പോയല്ലോ എന്ന് വെച്ചിട്ട് നീ ബേജാറായിട്ടിവിടെ ദുഃഖിതനായിരിക്കൊന്നും വേണ്ടെന്നാ പറയും. തറുഫില്ലല്ലോ, നാലികാല തറുഫ് എനിക്ക് അന്ന് ഉണ്ടെന്ന് ഇപ്പില്ല എന്നല്ലേ പറയുന്നത്. ഇല്ല, തറുഫ് വന്നാൽ എനിക്ക് ക്ഷമിക്കേണ്ടതാണ്, എന്റെ റബ്ബ് എന്നെ കൊണ്ട് ചെയ്യുന്നതാണ്, പരിചയപ്പെടുത്തിയാണ്. ഇപ്പൊ എന്റെ വല്ലാഹിഫ സബ്ർ. ഇദാ അസാബത്തുഹും മുസീബത്തുൻ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇനി മറ്റൊരു കാരണം, വഖദ് തകൂനു ഖില്ലത്തുൽ അമലി ബിസബബി മർദിൻ, മറന്നുകൊണ്ടോ മറ്റോ ചില ഖില്ലത്തുൽ അമൽ വരും, അമല് കുറയും. യഊഖുഹു അൻഹു, ആ രോഗം എന്താക്കും തടയും. ഫഇദാ ഹസല ഇൻദഹു നൗഉം മിനൽ മഅരിഫ, മഅരിഫത്തിന്റെ ഒരിനം കിട്ടി. അങ്ങനെ ഇവനെ അല്ലാഹു മറന്നുകൊണ്ട് പരീക്ഷിക്കുന്നവൻ അല്ലാഹുവാണ്. ഈ പരീക്ഷണത്തിന് ഞാൻ സബർ ചെയ്താൽ ഉലൈക അലൈഹിം സലവാത്തും മിർ റബ്ബിഹിം വറഹ്മത്തുൻ വഉലൈക ഹുമുൽ മുഹ്തദൂൻ. ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ള തഅറഫ് കിട്ടി ഈ കലാം കൊണ്ട്. എന്നാ പിന്നെ അമൽ കുറച്ച് കുറഞ്ഞുപോയി മറന്നു കിട്ടിയില്ലേ? അതാ ബിഅൻ അറഫ അന്ന നുസൂലൽ മർദി ബിഹി, ഇവന് രോഗമുണ്ടാവൽ എന്നുള്ളത് ഖൈറും മിനൽ ഇസ്മത്ത് സിഹ്ഹതി, സിഹ്ഹത്തിനാണ് ഖൈറാകുന്നു. എന്താ ലിമാ ഫീഹി മിൻ തറക്കി, അവനെന്താകും തറക്കി, ഉന്നത സ്ഥാനം കിട്ടുന്നുണ്ട്. വഅന്നല്ലാഹ യഫ്അലു മാ യുരീദ്, അല്ലാഹു തആല അവന്റെ അബ്ദിനെ കൊണ്ട് എന്തും ചെയ്യാം, അതവന്റെ സ്വാതന്ത്ര്യം, നമുക്ക് എതിരാളില്ല. അപ്പൊ ഫലാ യുബാലി ഹീനഇദ് ബിഖില്ലത്തിൽ അമൽ, അപ്പൊ അമല് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് ഒച്ചപ്പാട് നോക്കണ്ട. പറഞ്ഞിടത്തോളം നാളത്തെ മുഖത്തിമീയത്തെ കൂടെ കൂട്ടി വായിച്ചാൽ എല്ലാം കൂടി ശരിയായി. ഇവര് പറയുന്നത് അല്ലാഹ് എന്തിനാ ഫഇന്നഹു മാ ഫതഹഹാ തിൽകൽ ബിജ്ഹത ലക ഇല്ലാ വഹുവ യുരീദു അൻ യതഅറഫ ഇലൈക, നിന്നിലേക്ക് അല്ലാഹുവിനെ പറ്റി പരിചയപ്പെടുത്തലാണ് അല്ലാഹു തആല ഉദ്ദേശിക്കുന്നത്. അതിൽ ഹസ്റാക്കിയ അത് ഉദ്ദേശിച്ചല്ലാതെ ഇങ്ങനെ ചെയ്തിട്ടില്ല. ഐ യുവാജിഹക ബിഫദലിഹി വയഖുർബു മിൻക, അവന്റെ ഫദല് കൊണ്ടെന്താക്കി നിന്നിലേക്ക് മുവാജഹ ചെയ്യുന്നു, അവൻ ഇങ്ങോട്ടടുക്കുകയാണ്. സാധാരണ അബ്ദ് ഇങ്ങനെ അങ്ങോട്ട് പോയി അടുക്കലുണ്ട്, മറ്റേതോ അന്ന് ഇങ്ങോട്ട് അടുക്കലുണ്ട്.
അതിന്റെ പ്രകടനമായി കാണുന്നു. അള്ളാഹുവിന്റെ സിഫാത്ത് കൊണ്ടും അസ്മാ കൊണ്ടും അള്ളാഹു തജല്ലിയാവാൻ അപ്പൊ നീ എന്റെ മജ്ലയെ അപ്പൊ ആദ്യം അഫ്ആൽ കൊണ്ടാ തുടങ്ങി. ആ ജലാലിയായ സിഫാത്തിന്റെ അത് മുസ്തഖാണല്ലോ അസ്മാ. അഫ്ആൽ അതിന്റെ പ്രകടനമല്ലേ. അപ്പൊ അവിടെ അഫ്ആൽ എന്ന് കൂട്ടിക്കോ. അപ്പൊ അഫ്ആൽ കൊണ്ടും അസ്മാ കൊണ്ടും സിഫാത്ത് കൊണ്ടും മൂന്നെണ്ണം ഇങ്ങനെ ഗണിച്ചു വെച്ചിട്ടുള്ള അഫ്ആൽ. അതിന്റെ പിന്നിൽ എന്തുണ്ട്? അസ്മാ ഉണ്ടാവും, അസ്മാവിന്റെ പിന്നാലെ സിഫാത്തും ഉണ്ടാവും. ഇതുകൊണ്ട് എന്താക്കി അള്ളാഹു നിന്നെ കൊണ്ട് ഇങ്ങോട്ട് അടുത്തിരിക്കുകയാണ്. വലാ ശക്ക അന്ന ദാലിക അളമു, അത് ഏറ്റവും വലുതാണെന്ന് സംശയിക്കണ്ടല്ലോ. ഇതിനെക്കാണ് മീൻ കസരത്തിൽ അമാരിൻ ലാഹിറ, കണ്ട നിന്നൊക്കെ ഒഴിഞ്ഞു പോകാൻ സാധ്യതയുള്ള ലാഹിറായ അമാലിലേക്ക് അപേക്ഷിച്ച് അതിന്റെ വലുത് അല്ല. നമ്മൾ മുഖത്തുമേ പറഞ്ഞു തീർന്നു. കണ്ടോ? ഇനി നമ്മളോട് ചോദിക്കുന്ന അലം തറ, എനിക്കറിഞ്ഞൂടെ അന്ന തഅറുഫ് എന്നുള്ളത് ഹുവ മൂരിദുഹു അലൈക, അവന്റെ വക്കൽ നിന്ന് എന്നിലേക്ക് വന്നതാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹം എന്നുള്ള ആ തഫദ്ദുൽ കൂടി ഇങ്ങോട്ടേക്ക് വന്നു. പിന്നെ വല്ല അമാൽ അമാലോ അൻത മുഹ്ദിഹാ ഇലൈഹി, നിന്റെ വക്കൽ നിന്ന് അങ്ങോട്ട് ഹദിയാക്കി അയച്ചു കൊടുക്കുന്നു. വഅൈനമാ തുഹ്ദീഹി ഇലൈഹി, നിന്റെ വക്കൽ നിന്ന് അങ്ങോട്ട് അയച്ചു കൊടുക്കുന്നത് എന്തിന്റെ മതി മിമ്മാഹു മൂരിദുഹു അലൈക, അങ്ങനെ ഇങ്ങോട്ട് വന്നതിലേക്ക് ചേർത്തിട്ട്. ഇതല്ല ഞാനത് പറഞ്ഞിട്ടില്ലേ. വേദാണ്ടായിട്ടുണ്ടോ? അതാ ഫഇന്ന ഹദിയത്തൽ അബീദ്, അടിമകൾ കൊടുക്കുന്ന ഹദിയ. അത് അടുത്തേക്ക് നോക്കിട്ടാ പറയുന്നത് അന്ത മുഹ്ദിഹാ എന്ന് പറഞ്ഞു. അത് വൈൻഖാനത്ത് ജലീലത്തൻ, അത് എത്ര വലുതായാലും ഹിയ ഹഖീറത്തുൻ ബിന്നിസ്ബതി ഇലാ ഹദിയത്തി സയ്യിദ്, സയ്യിദ് എന്ന ഹദിയിലേക്ക് ചേർത്ത നിസ്സാരമാകുന്നു. സയ്യിദ് എന്ന ഹദിയത അന്ന തഅറുഫ ഹുവ മൂരിദുഹു അലൈക വൈൻഖാനത്തെ ഖലീലത്തൻ, സയ്യിദിന്റെ വക്കന്ന് കിട്ടിയത് നിസാരമാണെങ്കിലും ആരെ വക്കന്ന് കിട്ടി? സയ്യിദിന്റെ വക്കന്ന കിട്ടി. അല്ല ഇനിയൊന്ന്, ഞാൻ കൊടുക്കുന്ന ഹദിയ അള്ളാഹ് നിന്നെ വാങ്ങിയിട്ടാണ് സൂക്ഷിക്കല, എന്റെ പയ്യ ചായം കടിയാക്കല. അതാ പറയുന്ന അലാ അന്ന ഹദിയത്തൽ അബ്ദി ഹുനാ നഫ്ഉഹാ ആയിദുൻ അലൈഹി ലാ അലാ സയ്യിദി. അബീദ് കൊടുത്ത ഹദിയ അല്ലാഹു തആലക്ക് യാതൊരു ഉപകാരം ഉള്ളതുമല്ല, അത് ഇവനിക്ക് തന്നെയാ കിട്ടുന്നത്. അങ്ങനെ ചിലർക്കുണ്ട്. കുറച്ച് മജാമാർ വരുമ്പോ അക്കടി പുറത്തേക്ക് എന്തെങ്കിലും വാങ്ങണ്ടേന്നുണ്ടെന്നെങ്കിൽ കുറെ കായും പഴമെല്ലാം വാങ്ങിയിട്ട് പോയി. മൂപ്പറങ്ങത്തെ ആദ്യം ഒന്നും സ്വീകരിക്കുന്ന ആളല്ല. പാത്രം എടുക്കി വെച്ച് മുളകി തിന്നു. അപ്പൊ ശേഖനെ കൊണ്ട് കൊടുത്ത ആദ്യ തുന്നുന്നാരി ഞമ്മോ എല്ലാം വെച്ചിട്ട് വളഞ്ഞു തിന്നു. എനിക്ക് പോച്ചാൻ എങ്ങനെ ഉണ്ടാകുന്നു? ഞാനൊന്നും കൊണ്ടുപോക്കില്ല. അതിനർത്ഥം ഉറവ് മനുഷ്യരില്ല എന്നല്ല, ഓർക്ക് അതിലേക്ക് ആഗ്രഹമില്ല. കിട്ടുന്നു, അതെന്നെ പറയുന്നത്. അല്ലാ നമ്മൻ തന്നെ ഇപ്പൊ പിന്നെ ആരെങ്കിലും സൈതമരാട്ടം കൊടുത്താൽ വാങ്ങിയിട്ടോ, എന്നിട്ട് അടുത്ത് വരുന്നവർ വന്നാല് അതിൽ പഴാതെ അടുത്ത് വെക്കുന്നു. മനസ്സിലായില്ലേ? ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതിന്റെ ചുരുക്കം പറയട്ടെ, അന്ന ഖലീലൽ അമലി മഅൽ മഅരിഫ, കുറഞ്ഞ അമലി മറുവശത്ത് മഅരിഫത്തുണ്ട്. എന്നാലേ ഖൈറും മിൻ കസീരിൽ അമലി ബിദൂനിഹാ, മഅരിഫത്തില്ലാതെ കസീറായ അമലിനാക്കാണ് വ്യത്യാസമുണ്ട്. ഖലീലായ അമലിന് മഅരിഫത്താകുന്ന കാതലുണ്ട്, കാതലില്ലാതെ ഈ ചപ്പും ചായയാകുന്നില്ലേ, അത് കസീറായിട്ട് എന്താ കാര്യം? മാരിഫത്തിന്റെ അല്പം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവൻ അനിവാര്യമാണ് മൗലാന്റെ ഹദറത്തിലേക്ക് തന്നെ തിരിച്ചുവിട്ടോളാം. അത് സബ്ർ കൊണ്ടോ ഷുഗർ കൊണ്ടായിരിക്കും മൗലയിലേക്ക് തിരിച്ചുവിടുക. എന്തിനാ? മാരിഫത്ത് കിട്ടിക്കൊണ്ടേയിരിക്കും.
വഖുർബിഹി എന്നിട്ടോ വയഹ്തമ്മ ബിദാലിക അക്സറ മിൻ ഇഹ്തിമാമിഹി ബിൽ അമാലിൽ ലാഹിറ ലാഹിറായ അമല് കൊണ്ട് കൂടുതൽ ശ്രദ്ധ വെക്കുന്നതിനാക്കാണ് ആ ബാത്തിനായ അമാല് വർദ്ധിച്ചു കിട്ടാൻ വേണ്ടി എന്താക്കണം, കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടതാണ്. ഒക്കെ നമ്മ മുഖദ്ദിമയിൽ പറഞ്ഞു. വലിദാ കാനത്ത് അമാലുൽ ആരിഫീൻ, ഇതുകൊണ്ടാണ് ആരിഫീങ്ങളുടെ അമാലായി. ഏത് അമാല്? അല്ലാഹിറത്തു. ലാഹിർ എന്തിന്റെ സിഫത്താണ്? അമാലിന്റെ സിഫത്താണത്. ആരിഫീങ്ങളെ ലാഹിറായ അമാലായി ഖലീലത്തെ കുറച്ചേ കാണും, കാലമായ കുത്തിമറിലൊന്നും കാണൂല. എന്നാലോ ഫി അവാഖിരി അംരിഹിം വേറെ ലാസ്റ്റ് കാലത്ത് അങ്ങനെ അവർ എന്താക്കുന്നത് പഴയ തുടക്കക്കാലം കിട്ടിയ തിരക്കടില്ല എന്ന്. കാരണം കുട്ടിക്കാലത്ത് ഞാൻ കുറെ നിക്കിച്ച് 100 നിക്കിച്ച് സമയമുണ്ട്, മാസത്തിൽ 10 നോമ്പോറ്റ സമയമുണ്ട്. ഇപ്പൊ ഒന്നും ആകുന്നില്ല എന്നല്ല, ആ കുട്ടിക്കാലം വന്നാൽ തിരക്കെല്ലാം തോന്നും. എന്തിന്? ലിമാ ഫീഹാ മിൻ കസ്റത്തിൽ അൻവാർ, അന്ന് കുറെ അൻവാർ കിട്ടിയിരുന്നു. എന്തുകൊണ്ട് അൻവാർ കിട്ടി? ഈ സബബി കസ്റത്തിൽ അമാൽ, ധാരാളം അമാൽ ചെയ്ത വകയിൽ. ഇപ്പം വയസ്സായപ്പോ അതിന് കുറഞ്ഞിട്ടാ കാണുന്നു. ഇതാണ് ആരിഫീങ്ങളെ ലാഹിറായ അമല് കുറവുണ്ടാകും, പക്ഷെ ഉള്ളിലുള്ള ബാത്തിനിയായ അമാല് നമ്മ ഒരു തെരുവുണ്ടന്റെ വലിപ്പാണെങ്കിൽ ഓർന്നു ഹെതുമാലന്റെ വലിപ്പുണ്ടാവും. കുട്ടീനെ അതുകൊണ്ടല്ലേ ഇവിടത്തേക്ക് എത്തിയത്. അതിനകത്ത് ആരോപ്പിന് നിൽക്കണം. ഇനി ഉള്ളിലുള്ള നോക്കിയട്ടെ, 9-ാം പേജിന്റെ അടിയിൽ ഇദാ ഫതഹ ലക വജ്ഹത്തൻ മിനത് തഅറഫി ഫലാ തുബാലി മഅഹ അൻകല്ല അമലുക فإنه ما فتحها لك إلا وهو يريد أن يتعرف إليك ألم تعلم أن التعرف هو مورده عليك والأعمال أنت مهديها إليه فأينما تهديه إليه مما هو مورده عليك. شرحك معرفة الله تعالى هي غاية المطالب. അള്ളാഹുവിന്റെ മാരിഫത്താണ് മത്ലൂബാത്തിന്റെ ഗുര്യത്തിൽ ഏറ്റവും അങ്ങേയറ്റത്തത്. അപ്പൊ മാരിഫത്ത് കിട്ടിയാൽ കിട്ടേണ്ട കാര്യത്തിന്റെ ടോപ്പ് മോസ്റ്റ് 100% കിട്ടി. വൈകല്ല കുറച്ചായാലും വനിഹായത്തുൽ അമാലി വൽ മആരിബ്. ആകെ ഫൈദാ വജ്ജഹല്ലാഹു തആല അബ്ദഹു ബിബഅദി അസ്ബാബിഹാ. അപ്പോൾ ഈ മാരിഫത്ത് കിട്ടാനുള്ള എന്തെങ്കിലും ഒരു വിജഹത്ത്, അതിലെ ചില അസ്ബാബുകൾ എന്താക്കി അല്ലാഹു തആല തവജ്ജുഹാക്കി. ഇതാണ് ഇദാ ഫതഹ ലക ബിജിഹത്തൻ മിനത് തഅറഫി വഫതഹ ലഹു ബാബ തഅറഫി ലഹു. അടിമക്ക് പരിചയപ്പെടുത്താനുള്ള വാതിൽ തുറന്നു. മിൻഹാ, ഈ കുറഞ്ഞ അസ്ബാബിൽ കൂടി. വഅവജദ ലഹു സകീനതൻ വതുമഇനീനതൻ ഫീഹാ. അതിൽ ഇവനിക്ക് നല്ല സകീനത്തും തുമഇനീനത്തും കിട്ടാതെ സബ്റുണ്ട് നൈ. ഫദാലിക മിനൻ നിഅമിൽ ജസീലത്തി അലൈഹി. ഇത് അല്ലാഹു തആല അബ്ദിന് ചെയ്തു കൊടുത്ത ഏറ്റവും വലിയ നിഅമത്തിൽപ്പെട്ടതാകുന്നു. ഇത് കുറഞ്ഞു കാണാൻ പാടില്ല. അപ്പൊ ചെറിയ കാര്യം, നിന്റെ വക്കെന്നുള്ള ചില കാര്യം നഷ്ടപ്പെട്ടാൽ അത് ഹരിതക്ഷ. അതേന്ന് ചില്ലറ കാര്യം നല്ല കൊടുത്തിട്ട് ഭാവം കിട്ടിക്കഴിഞ്ഞാല് അതിന്റെ നേന്ത്രപ്പഴം നഷ്ടപ്പെട്ടു പോയി. പൊന്നിലേക്ക് ചേർത്ത നേന്ത്രപ്പഴം തന്നെ മതി. അതുകൊണ്ട് ഫയംബഗി അല്ലാ യഖ്തരിസ ബിമാ യഫൂതുഹു ബിസബബി ദാലിക്. ഇങ്ങനെയുള്ള സബബ് കാരണത്താൽ ഇവർക്ക് നഷ്ടപ്പെട്ടത് മിൻ അമാലിൽ ബിസ്ജി, ഗുണകരമായ ലാഹിറായ പ്രവർത്തനം. വമാ യതറത്തബു അലൈഹാ മിൻ ജസീലിൽ അജ്രി, ചിലപ്പോൾ അതിനെ തുടർന്ന് കുറച്ച് കൂലിയും നഷ്ടപ്പെടും. വൽയഅലം, അപ്പൊ അറിയണം, അന്നഹു സലക ബിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവനെ പ്രവേശിപ്പിച്ചത് മസ്ലകൽ ഖാസത്തിൽ മുഖറബീൻ, മുഖറബീങ്ങളായ ഖാസ ഇബാദിന്റെ മാർഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കേണ്ടത്. ഇതാ താഴ്ന്നു ഇത് അൽ മുഅദ്ദില ഹഖായിഖി തൗഹീദ് വൽ യഖീൻ. തൗഹീദിന്റെയും യഖീനിന്റെയും സാക്ഷാൽ അർത്ഥത്തിലേക്ക് അവൻ എത്തിക്കുന്നു. മിൻ ഗൈരി ഇക്തിസാബി മിനൽ അബ്ദി വലാ ബിഅമലി, അബ്ദിന്റെ പക്കൽ നിന്നുള്ള ഒരു ഇക്തിസാബുല്ല, ഒരു അമലും ചെയ്തിട്ടുള്ള അവസാനമായിട്ട്. വൽ അമാലു എന്ന് പറയാം, വൽ അമാലുല്ലതി മിൻ ശഅനിഹി,
ഏത് അമലി അതിന്റെ ശരിപ്പെട്ടാണ് അതുമായി ബന്ധപ്പെടാവുന്ന അമലുണ്ടല്ലോ, അമലി, ഇത് ഇവന്റെ പ്രവർത്തനവും ഇവന്റെ അമലും കൊണ്ടുണ്ടായതാണ്. അപ്പൊ ഇവന്റെ ന്യൂനത ഒഴിവാക്കാൻ കഴിയാത്തൊരു രംഗം. അതിന്റെ മേൽ ആഫാത്ത് കടക്കണത്തോട് രക്ഷപ്പെടൂല. ഒന്നെങ്കിൽ റിയാ ഉണ്ടാകും, റിയാ ഒന്നും ഇല്ലെങ്കിൽ ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഉജുബുണ്ടാകും. ഇനി ഉജുബന്നെ നാഹിറായി വന്നിട്ടില്ലെങ്കിൽ ഞാൻ ചെയ്ത ആളാന്നുള്ളൊരു നാട്യമുണ്ടാകും. എന്തെങ്കിലും ആഫാത്ത് കടക്കാത്ത അമാലി നിന്റെ പക്കത്ത് കൊടുക്കാൻ കഴിയൂല. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇഖ്ലാസ് കൂടിയേ കഴിയുന്നുള്ള ആവശ്യവും ഒഴിയുന്നില്ല, അല്ലേ? ചിലപ്പോ ഇഖ്ലാസ് ഒന്നും കിട്ടിയെന്ന് വരില്ല. ഹിസാബ് വേണ്ടതുപോലെ കണക്കയിച്ചാല് എടുക്കാനൊന്നും ഉണ്ടാവില്ല. ബിദാത്തുൽ ഹിദായയിൽ ഓതിയില്ലേ, 7 മറാത്തിബിൽ ചോദ്യം ചെയ്തിട്ട് ചെക്കിങ് അടിച്ചേക്കുമ്പോ എല്ലാം വലിച്ചെറിഞ്ഞു എന്ന് പറയില്ല. അപ്പം ഇതിൽ 2 കാര്യമുണ്ട്. ഒന്നെന്താ, നിന്റെ പക്കൽ നിന്ന് അള്ളയിലേക്ക് പോയ അഅ്മാല് അള്ളാന്റെ പക്കൽ നിന്ന് എനിക്ക് കിട്ടിയ തഅറുഫ്, ഇത് രണ്ടും താരതമ്യം ചെയ്താൽ എവിടെ വെക്കാനുണ്ട്? അതിന് മിസാലുഹു നമ്മൾ പറഞ്ഞിടത്തോളം മിസാലാണ് മാ യുസാബു ബിഹിൽ ഇൻസാനു മിനൽ ബലായ വശദാഇദ്, മനുഷ്യന് ബലാകളും പ്രയാസങ്ങളും നേരിടും. അല്ലത്തി തൻഖസു അലൈഹി ലദ്ദാത്തു ദുനിയാ, ദുനിയാവിന്റെ ലദ്ദത്ത് എന്തായി കുടുങ്ങി. നേരത്തെ കൊടുത്ത ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, ഭക്ഷണം കഴിച്ചാൽ തന്നെ കൂട്ടാൻ കൂട്ടിക്കൂടാ, ഉപ്പ് കൂട്ടണം, പഞ്ചാര കൂട്ടിക്കൂടാ, ചപ്പച്ചായ കുടിക്കണം. അപ്പൊ ദുനിയാവിന്റെ ലദ്ദത്ത് എന്തായി കുടുങ്ങി. ഗുണകരമായ പ്രവർത്തനങ്ങൾ ധാരാളമായി ചെയ്യുന്നതൊട്ട് തടയുന്നുമുണ്ട്. അവന്റെ മുറാദ് എന്താണ്? ദുന്യാവിൽ കുറെ കാലം ബാക്കിയാകണം. തയ്യിബൽ ഐഷ്, ആയിഷ് നല്ല തയ്യിബായിക്കൊണ്ട് തന്നെ നീങ്ങണമെന്നാണ് ഇവന്റെ ലക്ഷ്യം. അങ്ങനെ ഒന്നും ജീവിതത്തിൽ ഉണ്ടാവില്ല. ആദ്യം തന്നെ ഞാൻ പറഞ്ഞു വെച്ചില്ലേ, എപ്പോഴും രാത്രിയല്ല, എപ്പോഴും പകലല്ല. പഴയകാലത്ത് വയസ്സന്മാർ പറയും ഒറ്റപ്പടം വന്നിട്ട് കുളിക്കാൻ കഴിയൂല. എങ്ങനെയാന്ന്? കുളം നിറയുന്ന അവസരം മോളിലെ പടയിന്ന് കുളിക്കാം. കുളം വെറ്റി പോകുമ്പോ എന്താകും? ആടെ വെള്ളം ഉണ്ടാവില്ല, അടിയിൽ പോയിട്ട് കുളിക്കണം. അപ്പൊ ഒറ്റപ്പടം വന്നിട്ട് എല്ലാ കാലവും കുളിക്കാന്ന് വിചാരിച്ചാൽ നടക്കൂല. നമ്മ പറയുന്നേക്കാം. നാഇമൽ ബാലി, നല്ല മനസ്സുഖത്തോടുകൂടി. ويكون حاله في طلب سعادة الآخرة حال المترفين المتورعين. ഇവന്റെ ഹാലെന്തായിന്നറിയോ? സആദത്തുൽ ആഖിറ തേടുന്ന വിഷയത്തിൽ നല്ല മുതവദ്ദിഈങ്ങളുടെ സൂക്ഷ്മശാലികളായ ഹവാസിന്റെ ജീവിതം പോലെ ആയിട്ട് മാരിഫത്ത് കിട്ടിയപ്പോ, അപ്പോൾ ദുന്യാവ് കുറച്ച് നഷ്ടപ്പെടുകയും ആഖിറത്തിൽ നല്ല ഐശ്വര്യമായി ജീവിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പം വന്നിരിക്കുന്നത്. താരതമ്യം ചെയ്തോ? മൂല്യം കുറഞ്ഞത് നഷ്ടപ്പെട്ടു, കൂടിയത് കിട്ടി. അപ്പൊ ഫലാ തസ്തഖിഫ നഫ്സഹു ബില്ലാഹി ഇല്ലാ ബിൽ അഅമാലിൽ ളാഹിറതി അല്ലതി ലാ കബീറ മുനത്തിൻ അലൈഹി ഫീഹാ വലാ മശഖത വലാ തഖതഉ അലൈഹി ലദ്ദതുഹു വലാ തഫാതുഹു ശഹവതുഹു. ഇതാണ് ഇവന്റെ ഉദ്ദേശം. അപ്പൊ അഅമാലുൽ ളാഹിറത്ത് അതിൽ കണ്ട് കഴിഞ്ഞുകൂടാ. മറ്റേത് കുറച്ച് പണിയുണ്ടല്ലോ. എന്നാലോ വമുറാദുല്ലാഹി തആല മിൻഹു, അല്ലാഹ് ഇവന്റെ പക്കൽ ഉദ്ദേശിച്ച എന്താണ്? അയ്യുതഹിറഹു മിനൽ അഖ്ലാഖിൽ ലഈമ, മോശമായ അഖ്ലാഖിനെ തൊട്ട് ഇവനെ ശുദ്ധീകരിക്കണമെന്ന് അല്ലാഹ് ഉദ്ദേശിക്കുന്നു. നിങ്ങെന്താ സുഖമായിട്ട് ഇടാ അമൽ ചെയ്തിട്ട് കൂടണം. വയഹൂലു ബൈനഹു ബൈന സിഫാത്തിഹി ദമീമ, അവന്റെ മോശമായ സിഫാത്തിന്റെയും അവന്റെ ഇടയിൽ അല്ലാഹു തആല തടയിടണമെന്നാണ്. ഇവന്റെ വുജൂദിന്റെ അസർ എന്ന് പറഞ്ഞാൽ ഞാനും ഉണ്ട് എന്ന് പറഞ്ഞ അവസ്ഥയില്ലേ, അതിന്ന് വിട്ടിട്ട് മറ്റാന്റെ ഷുഹൂദിന്റെ വിശാലമായ മൈതാനിലേക്ക് കടക്കലാണ് അല്ലാഹുവിന്റെ ഉദ്ദേശം. അപ്പം വലാ സബീല ലഹു ഇലൽ വുസൂൽ ഇലാ ഹാദൽ മഖാമി അലാ ഗായത്തിൽ കമാൽ, പൂർണ്ണമായ രൂപത്തിൽ അള്ളാഹു ഉദ്ദേശിച്ച ഈ കാര്യം നടക്കണമെങ്കിൽ ഇല്ലാ ബിമാ യുലാദു മുറാദഹു, അബ്ദിന്റെ മുറാദിന് എതിരായി വരുന്ന കാര്യങ്ങളില്ല, നടക്കൂല.
അല്ലേ? എന്നിട്ടോ ഇവൻ പതിവാക്കി വന്നതെല്ലാം തശ്വീശൈ വയകൂനു ഹാലുഹു ഹിനഇദിൻ, അപ്പോൾ അവന്റെ ഹാലെന്തായിന്നറിയോ? അൽ മുആമലതു ബിൽ ബാത്തിൻ, ബാത്തിലുള്ള മുആമലയായി മാറി. വലാ മുനാസബത ബൈനഹാ വബൈനൽ അഅമാലിൽ ലാഹിറ, അപ്പോൾ ലാഹിറായ അഅമാലിലേക്ക് ചേർത്തിട്ട് ഇനി യാതൊരു മുനാസബത്തും ഇല്ല. അല്ല അത് പറഞ്ഞു വെച്ച് കഴിഞ്ഞു പോയത്. ഫഇദാ ഫഹിമ ഹാദാ, ഇതങ്ങോട്ട് മനസ്സിലാക്കട്ടെ. എന്നാൽ അലിമ അന്ന ഇഖ്തിയാറല്ലാഹി ലഹു വമുറാദഹു മിൻഹു ഖൈറുൽ ലഹു, അല്ലാഹു തആല ഇവന് വേണ്ടി തിരഞ്ഞെടുത്തതാണ് കൂടുതൽ ഖൈർ. എന്തിനാണ്? മിൻ ഇഖ്തിയാരിഹി നഫ്സിഹി വമുറാദിഹി ലഹ, നഫ്സിന്റെ വേണ്ടി ഇവൻ ഉദ്ദേശം വെച്ചതും നഫ്സിന്റെ വേണ്ടി തിരഞ്ഞെടുത്തതിലേക്ക് ചേർത്തിട്ട് അതാണ് ഖൈർ. അതാ ഇനി ഹദീസ് പറയുന്നത്. وقد روي أن الله تعالى أوحى إلى بعض أنبيائه, അല്ലാഹു സുബ്ഹാനഹു വ തആല ചില അമ്പിയാക്കൾക്ക് വഹി അറിയിച്ചു. എന്താണ്? അൻസൽതു ബിഅബ്ദി ബലാഅൻ, എന്റെ ഒരു അബ്ദിനെ വലിയൊരു ബലാ ഞാൻ ഇറക്കിയിട്ടുണ്ട്. ഫദഅനി, അവൻ എന്നോടെന്താക്കി? ദുആ ചെയ്ത്. ഫമാതൽതുഹു ബിൽ ഇജാബത്തി, ഇജാബത്ത് കൊടുക്കാതെ നീട്ടിക്കൊണ്ട് പോയി. ഫമാതിൽതു ഒന്നും ആവുന്നില്ല, മാത്തല് എന്ന് പറഞ്ഞാൽ എന്താണ്? കൊടുക്കാനുള്ള സാധനം ഇന്ന് തരാം നാളെ തരാം. ഇന്നിപ്പോ ഇക്കാലത്ത് കടം വാങ്ങിയ പോലെ ഇന്ന് തരാം നാളെ തരാം ഒരു എഗ്രിമെന്റ് എഴുതി, അടുത്ത ആഴ്ച അത് പറിച്ചു ചാടിയിട്ട് വേറെ എഗ്രിമെന്റ് എഴുതി. ഇതാ മൊത്തലി. അപ്പൊ കൊടുക്കലുണ്ടാവില്ല, കിട്ടലുണ്ടാവില്ല. 6 മാസം കഴിഞ്ഞിട്ട് അപ്പൊ നിങ്ങൾ അവധി വീണ്ടും ഒരു 6 മാസത്തേക്ക് പുതുക്കിയിരിക്കുന്നു. അപ്പൊ മാത്തലുള്ള കനിയ ദുൽമെന്ന് പറയില്ലേ? സമ്പത്ത് കൊടുക്കാൻ കഴിയുന്ന ആള് ഉരുട്ടിക്കൊണ്ട് പോകാൻ എന്താണ്? വലിയ ദുൽമാൻ. അതാ മാത്തൽ തുഹബിൽ ഇജാബ, ഇജാബത്ത് ചെയ്യാതെ നീട്ടിക്കൊണ്ടുപോയി. എന്താ ഇതിന്റെ കാര്യം? അപ്പൊ എന്നെ പറ്റി ആ അബ്ദ് പരാതി പറഞ്ഞു. അടിമകളോടെല്ലാം പോയിട്ട് വരുന്നു, എനിക്കൊരു ബലാ വന്നിട്ടുണ്ട്, ഞാൻ അള്ളാഹുവിനോട് എത്രയോ ദുആയിരുന്നു, കുറെ ദുഃഖം ചൊല്ലി, കുറെ യാലദീഫ് ചൊല്ലി, കുറെ അത് ചൊല്ലി, കുറെ സലാത്തും ചൊല്ലി, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇത്ര ലക്ഷം ചൊല്ലി, ഒന്നുമില്ല, നത്തിങ്. ഫഖുൽതു, അപ്പൊ എനിക്ക് പറയാനുള്ള മറുപടി അല്ലാഹു തആല പറയുന്നത് എന്താ? അബ്ദി കൈഫ അർഹമുക, ഞാൻ എങ്ങനെ റഹ്മത്ത് ചെയ്യേണ്ടത്? മിൻ ശൈഇൻ ബിഹി അർഹമുക, നിനക്ക് റഹ്മത്ത് ചെയ്യാനുള്ള ഒന്ന് ഞാൻ അങ്ങോട്ട് തന്നിട്ടുണ്ട്. എന്താ? നീ ഇജാബത്ത് നീട്ടിക്കൊണ്ട് പോകുമ്പോ നിന്റെ ദുആ ഇങ്ങനെ വർദ്ധിക്കും, റബ്ബിന്റെ മുനാജാത്ത് നടന്നുകൊണ്ടിരിക്കും. അതെനിക്ക് ചെയ്യുന്ന റഹ്മത്താണ്. ആ റഹ്മത്ത് ഒഴിവാക്കി വേറെ റഹ്മത്താ തരേണ്ടത്. وفي حديث أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال الله تبارك وتعالى, അല്ലാഹു തആല പറയുന്നതായിട്ട് ഖുദ്സിയായ ഹദീസ്, ഇദാ ബുതലീതു അബ്ദിൽ മുഅ്മിൻ, ഒരു മുഅ്മിനായ അബ്ദിനെ ഞാൻ പരീക്ഷണം നടത്തി, ഫലം യശ്കുനി ഇലാ ഉബാദിഹി, അദ്ദേഹത്തിനെ സന്ദർശിക്കാൻ വരുന്ന, രോഗം കാണാൻ വരുന്ന ആയിര്യങ്ങളുണ്ടല്ലോ, അവരോട് എന്നെ പറ്റി പരാതിയൊന്നും പറഞ്ഞിട്ടില്ല. എന്താ? അൽഹംദുലില്ലാഹ്, മറ്റു താല്പര്യാന്ന്, അങ്ങനെയാന്ന്, ഇങ്ങനെയാന്ന്, അതാണെന്നൊന്നും എന്താക്കില്ല, എന്നെ പറ്റി പരാതി പറഞ്ഞിട്ടില്ല. എന്നാ അൻഷത്തുഹോമിൻ, ഞാൻ അവനെ കുടുക്കി കെട്ടിയ ഒരു കയറുണ്ട്, ആ കയറിന് എന്താക്കും? ഞാൻ കഴിച്ചളക്കും. ഇവന് ആദ്യമുണ്ടായ രക്തത്തിനേക്കാണ് നല്ല രക്തം പകരം കൊടുക്കും. ആദ്യമുണ്ടായ രക്തത്തിനേക്കാണ് ഹൈറായ ദമും കൊടുക്കും. അവനെന്താക്കുക? ആരോഗ്യവാനായിട്ട് പൂർവ്വ അമൽ തുടങ്ങാൻ കഴിയും. അപ്പൊ അവിടെ നിന്ന് ഫലം യസ്കുനില ഉപാധിഹി എന്നൊരു കൈ നോക്കണം. കാണാൻ വന്നാളുടെ രോഗത്തിന്റെ പാട്ട്. حديث 2 من 3 وروي عن سعيد المقبري قال سمعت أبا هريرة رضي الله عنه يقول قال الله تبارك وتعالى إني أبتلي عبدي المؤمن, മുഅ്മിനായ ഒരു അബ്ദിനെ ഞാൻ പരീക്ഷിക്കും. ഫൈദാ ലം യസ്കു ഇലാ ഉബാദിഹി, അതാണ് ഒറ്റത്തെ കൈ നോക്കറാ, അവനെ രോഗം കാണാൻ വരുന്നവരോട് എന്നെപ്പറ്റി പരാതിയൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഹലൽതു അൻഹു, ഞാൻ കെട്ടിയ കയറങ്ങ് ഞാൻ തന്നെ ഊരിക്കൊടുക്കും. അതേതാണ് ഇതിന്റെ അർത്ഥം? അൻഷത്തുഹു മിൻ നിഖാലീന, ഞാൻ നേരത്തെ പറഞ്ഞത്.
നേരത്തെ തൊട്ട മുമ്പൊരു ഹദീസതാ, വബദ്ദൽതു ലഹു ലഹ്മൻ ഖൈറൻ മിൻ ലഹ്മിഹി വദമൻ ഖൈറൻ മിൻ ദമിഹി സുമ്മ ഖുൽതു ലഹു, പിന്നെ അവനോട് ഞാൻ പറയും ഇസ്തനി ഫിൽ അമൽ, ഇനി ആദ്യം പോയി എന്താക്ക് അമൽ ഉഷാറായിട്ട് അമൽ തുടങ്ങുക. നേരത്തെ ഹദീസ് തന്നെ. قال أبو عبد الله محمد بن علي الترمذي رضي الله عنه പറഞ്ഞു വലഖദ മറിൽതു, ഞാൻ രോഗിയായിരുന്നു ഫീ സാലിഫി അയ്യാമി, എന്റെ പൂർവ്വകാലത്ത് മറലത്തൻ, ഒരു മറലുണ്ടായി. ഫലമ്മാ ശഫാനില്ലാഹു തആല മിൻഹാ, അതിൽ നിന്ന് അല്ലാഹു തആല എനിക്ക് ശിഫ നൽകി. മസ്സൽതു ഫീ നഫ്സി, ഞാൻ എന്താക്കി മനസ്സിൽ ഇങ്ങനെ സങ്കല്പിക്കുക, എങ്ങനെ മാ ദബ്ബറല്ലാഹു മിൻ ഹാദിഹിൽ ഇല്ലത്തി, ഈ രോഗം വന്ന കാലത്ത് അല്ലാഹു എന്താ എനിക്ക് തന്നത്. രോഗിയായി കിടന്ന കാലത്ത് അല്ലാഹുവിന്റെ വകയിൽ എന്ത് കിട്ടി? ഫീ മിഖ്താരി ഹാദിഹിൽ മുദ്ദ, ഒന്ന് വബൈന ഇബാദത്തി സകലൈനി ഫീ ഖദ്രി അയ്യാമി ഇല്ലത്തി, എന്റെ രോഗമായി കിടന്ന കാലയളവിൽ സകലേനിയാരാന്ന് ഇൻസും ജിന്നും മുഴുവൻ ചെയ്ത ഇബാദത്തിന്റെ ഇടയിൽ ഞാൻ താരതമ്യം ചെയ്തപ്പോൾ അപ്പൊ ഞാൻ പറഞ്ഞു പോയി, ഇൻസുകളും ജിന്നുകളും ആ കാലയളവിൽ ചെയ്ത അമലിനെ അതാണോ എന്ന് എനിക്ക് വേണ്ടത്, എല്ലാ രോഗകാലത്തുള്ള അവസ്ഥയാണോ വേണ്ടത് എന്ന് ഞാനെന്താ ഉത്തരം പറഞ്ഞത്? ഇല അയ്യിഹിമാ ജമീൽ ഇഖ്തിയാരി, എന്റെ ഇഖ്തിയാർ എങ്ങോട്ട് പോകുന്നു ഞാൻ നോക്കി. ഫസഹസ്മി വദാമ യഖീനി, അപ്പൊ എന്റെ ഉറപ്പ് വൃത്തി അല്ലാഹു തആല എനിക്ക് തെരഞ്ഞെടുത്ത് തന്ന രോഗമാണ് ഷറഫ് കൂടുതൽ എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. കുറച്ചു മാസം കടത്തത്തിലാക്കി തന്ന രോഗമുണ്ടല്ലോ, അത് തന്നെ അതാണ് ഖൈർ എന്ന് രണ്ടു മണി തൂക്കി നോക്കിയപ്പോ മനസ്സിലായി. വലാ ശൗബ ഫീഹി, അതിൽ യാതൊരു സംശയവുമില്ല. ഇദാ കാന ഫിഅലുഹു, അത് അല്ലാഹുവിന്റെ ഫിഅൽ, ഇദ് കാന ഫിഅലുഹു അല്ലാഹുവിന്റെ ഫിഅലല്ലേ. അതുകൊണ്ട് ഫശത്താന ബൈന ഫിഅലിഹി ബിക ലിതൻജുബ ബിഹി വബൈന ഫിഅലിക ലിതൻജുബ ബിഹി. ഇതുണ്ടോ, നീ രക്ഷപ്പെടാൻ വേണ്ടിട്ട് അന്ന് നിനക്ക് ചെയ്ത് തന്ന പണിന്റെയും നീ രക്ഷപ്പെടാൻ വേണ്ടി നിനക്ക് നീ ചെയ്ത പണിന്റെ ഉണ്ട് അത്ര വ്യത്യാസമുണ്ട്. അതാണ് മുസ്ലിം ചോദിച്ച വായിനമാ എന്താണ് അയിനമാ തുഹ്ദിഹി ഇലൈഹി മിമ്മാ ഹുവ മൂരിദുഹു അലൈക്കാന്റെ മാനിയാണ് ഉപ്പറാളെ വ്യാഖ്യാനിച്ചത്. നീ അങ്ങോട്ട് കൊടുത്തതും അവൻ നിനക്ക് തന്നതുമായ തൂക്കി നോക്കിയാൽ എവിടെ കിടക്കുന്നു അതിന് വ്യത്യാസം. ഫലമ്മാ റഅയ്തു ദാലിക, ഇത് എനിക്ക് ബോധ്യപ്പെട്ടപ്പോൾ ദക്ക ഫീ ഐനി ഇബാദത്തുസ്തഖലൈൻ ഫീ മിഖ്ദാരി തിൽകൽ മുദ്ദത്തി, ആ കാലഘട്ടത്തിൽ ഇൻസുകളും ജിന്നുകളും മുഴുവനും ചെയ്ത ഇബാദത്ത് എന്റെ കണ്ണിൽ നിസാരമായിരിക്കുന്നു. എന്തിലെ ഫീ ജംബി മാ ആതാനി, എനിക്ക് അല്ലാഹു തആല തന്ന രോഗത്തിലേക്ക് ചേർത്തു ഇബാദത്ത് കണ്ടിട്ടില്ല. അപ്പൊ ഫസാറത്തിൽ ഇല്ലത്തു ഇൻദി നിഅമതൻ, അപ്പോ ഈ രോഗം എന്നുള്ളത് ഒരു എന്താണ് ഇഷ്ടപ്പെടാത്ത കാര്യമാണെങ്കിൽ വലിയ നിഅമത്തായിരിക്കും. തക്റഹു ശൈഅൻ ഖൈറുൻ വസാറത്തിൽ നിഅമതു മിന്നതൻ വസാറത്തിൽ മിന്നതു അമലൻ വസാറൽ അമലു അത്ഫൻ. അപ്പൊ അല്ലാഹുവിന്റെ നിഅമത്ത് എന്താണ്? മിന്നത്ത്. മിന്നത്ത് എന്ന് പറഞ്ഞാൽ അവൻ ദോഷാരമായി കിട്ടിയത് എന്റെ വകയിലല്ല, ഞാനത് യോഗ്യനായത് കൊണ്ടുമല്ല. ആ മിന്നത്ത് എന്തായി? ഇനിയും കൂടുതൽ കിട്ടാനുള്ള കൊതിയായി മാറി. ഇനിയും 6 മാസം കടന്നു, ഒരു കൊല്ലാണ്, നീന് ഡബിൾ കിട്ടൂലേ. വസാറൽ അമലു അത്ഫൻ فقلت في نفسي بهذا كانوا يستمرون في البلاء. ഇതുകൊണ്ടായിരിക്കുമല്ലേ മഹാന്മാരായ സാലിഹ്യങ്ങൾ ബലായി തന്നെ എപ്പോഴും കഴിഞ്ഞുകൂടുന്നു. ഫീ തീബിൻ നുഫൂസി മൽ ഹഖ്, ഹഖ് സുബ്ഹാനഹു വ തആലയുടെ തീബുൻ നഫ്സാന്ന് ഓർക്കും, അതൊരു പ്രയാസമില്ല. ഉബിഹാദല്ലദീ ഇൻകശഫ കാനൂ യഫ്റഹൂന ബിൽ ബലാ. അപ്പൊ ഈ പറഞ്ഞതിൽ നിന്ന് മനസ്സിലായി ഔലിയാക്കന്മാർ ബലായ് വന്നവർക്ക് വലിയ പെരുന്നാളെന്നാണ്. അടുത്ത് പറയൂ, ബലായ് വരുമ്പോൾ നാളെ പെരുന്നാളാണ്. അതാ ഇതാണ് ഫഹാദിഹി വിജ്ഹത്തു തഅറുഫ്. തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, തഅറുഫിന്റെ ഒരു വാതിൽ തുറന്നാൽ എന്താ പറഞ്ഞത്, അതാണ് ഈ കണ്ടത്.
ബിജിഹത്തു തഅറഫ് അല്ലതി ഫതഹ അല്ലാഹു തആല ലക വഹസലത് ലഹു അൽഗീബത്തു ബിഹാ. അതുകൊണ്ട് കിട്ടണമെന്നുള്ള ആഗ്രഹം വന്ന് വആസറല ഇബാദത്തി സകലൈ, ഇൻസുകളും ജിന്നുകളും ചെയ്യുന്ന സകല ഇബാദത്തിനേക്കാളും ഇതായിരുന്നു ഖൈർ എന്ന് പറഞ്ഞത്. വല്ലാഹു അഅലം. ഇനി ഫഇദാ അൻസലല്ലാഹു തആല അലൽ അബ്ദി ശൈഅൻ മിനൽ ബലായാ, ബലായകളിൽ വെച്ച് അല്ലാഹു തആല എന്തെങ്കിലും അബ്ദിന്റെ മേൽ ഇറക്കിയാൽ ഫൽയസ്തശ്ഇർ മാ ദകർനാഹു, നാം ഈ പറഞ്ഞത് അവൻ ഓർമ്മയിലിരിക്കട്ടെ. ഇത് അവന്റെ കണ്ണിന്റെ മുമ്പിൽ തന്നെ നാട്ടപ്പെട്ട സാധനമാവട്ടെ, എപ്പോഴും നോക്കിയാൽ കാണണം. നഫ്സിന്റെ മേലെന്താകണത് പറഞ്ഞു കൊടുക്കണം. എന്തുകൊണ്ട്? ബലാഗ് വന്നാല് ക്ഷമിക്കുക, ക്ഷമിക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ട് ഉലൈക അലൈഹിം സലവാത്തും മിർ റബ്ബിഹിം വറഹ്മത്തുൻ വഉലൈക ഹുമുൽ മുഹ്തദൂൻ, ഇതൊക്കെ പിന്നിലുണ്ട്. എന്നാൽ എന്താക്കും? ഒരു മനസ്സമാധാനം തുമഅനീനത്തും കിട്ടുകയുള്ളൂ. ഇങ്ങനെ അങ്ങനെ തുമഅനീനത്ത് വന്നാൽ ഇതിന്റെ അപ്പുറം വഹിക്കാൻ എന്താക്കും? അവർക്ക് ശക്തി പ്രാപിക്കുന്നതാണ്. വയുസീദു അൻഹു മറാറതഹു, അതിന്റെ മറാറത്തിന്റെ കൈപ്പിനെ നീക്കിക്കും. വയൂജിദുഹു ഹലാവതഹു, അതിനോട് മാധുര്യം ഉണ്ടാക്കി തരികയും ചെയ്യും. വഇൻദദാലിക യകൂനു ഹാലുഹു, അപ്പോൾ അവന്റെ ഹാലെന്തായിന്നറിയോ? ഈ ബലാഇഹി, കാണുന്നാക്ക് ബലാ ആണെങ്കിലും ഹാലു ഷാക്കിരീൻ, ഷാക്കിരീങ്ങളെ ഹാലാണ്. കാണുന്നാക്ക് ബലാ, ഓർക്ക് നിയമത്ത്. അപ്പം ബലാ എന്നേ ശുക്ർ. അതാ മിനൽ ഫറഹി വൽ ഇഖ്തിബാതി ബിഹി, അതുകൊണ്ട് വലിയൊരു സന്തോഷവും ഇത് കൂടുതലുണ്ടാവണേ എന്ന് കൊതിക്കുന്നു. ഫയറാ മിൻ ഹഖ് ശുക്രിഹി, അപ്പോൾ ശുക്രന്റെ ഹക്ക് വേണ്ടേ? അൻയതി ബിമാ യുംകിനു മിൻ അഅമാലി ബിദി, പിന്നെ അന്നേരം നല്ല ഗുണങ്ങൾ ചെയ്യാനുള്ള പ്രേരണ ഉണ്ടാകും. ശുക്രിന്റെ വാബല്ലേ. ഇനി ഈ മസ്അലയിൽ പറഞ്ഞ മുഴുവനും കിട്ടാൻ ഒരു അനുഭവ കഥ പറയട്ടെ എന്ന് പറയുന്നു. ബിൽ ഹികായത്തില്ലത്തി ദക്കറ അബുൽ അബ്ബാസ് ഇബ്നുൽ ഹദീഫ് റളിയല്ലാഹു അൻഹു ഫീ കിതാബിഹി മിഫ്താഹുസ് സഅദ എന്ന കിതാബിൽ പറഞ്ഞ ഒരു ചരിത്രം. ഒരു കിതാബിന്റെ പേരാണ് മിഫ്താഹുസ് സഅദ വമിൻഹാജു സുലൂഖ് തരീഖിൽ ഇറാദ. ഖാല ഫീഹി, അതിൽ അബുൽ അബ്ബാസ് പറയുന്നു, കാന ബിൽ മഗ്രിബ്, മഗ്രിബ് പ്രദേശത്തുണ്ടായിരുന്ന അതിനിടയ്ക്ക് ഒരു ദുആയാണ് അമറഹുല്ലാഹു ബിൽ ഇസ്ലാം, ഇസ്ലാം കൊണ്ടുള്ള ആരുണ്ടായിരുന്നു? റജുലുൻ, യുദ്ആ അബൽ ഖിയാർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. വനഫഅനാ ബിഹി ആമീൻ. അസ്ലുഹു മിൻ സഖരിയ, സഖരിയാണ് മൂപ്പര നാട്. വമൗതിനുഹു ബഗ്ദാദ്, ബഗ്ദാദിലാണ് അവിടെ താമസിക്കുന്ന സ്ഥലം. വജാബത സിൻഹു 90 വയസ്സ് കഴിഞ്ഞു. വഹുവ ഫിൽ ദിക്രി, അവരാണെങ്കിലോ അടിമത്വത്തിലെ കഴിയുന്നു. 90 വയസ്സായി. നാം നേരത്തേക്ക് മൗല മോചിപ്പിച്ചിട്ടില്ല. വദാലിക മിൻ, ആ മോചിപ്പിക്കാതിരിക്കൽ എന്നുള്ളത് അൻകസി മൂപ്പർ ആഗ്രഹിച്ചതില്ല. എന്നെ മോചിപ്പിക്കരുത് എന്നാണ് മൂപ്പർ ആഗ്രഹം. വഖ്തിയാരി വഅമ്മ ജസദുൽ ജുദാം വറാഹിയത്തുൽ മിസ്ക് തൂജദു മിൻഹു, ശരീരം മുഴുവനും കുഷ്ഠരോഗം ബാധിച്ചിരിക്കുന്നു. പക്ഷേ ശരീരത്തിൽ നിന്ന് കസ്തൂരിയുടെ വാസന അടിച്ചു വീശുകയാണ്. അലാ മസാഫത്തിൻ ബഈദ, ദൂരത്തിൽ നിന്ന്. ഖാലല്ലദീ ഹദ്ദസനി, എനിക്ക് പറഞ്ഞു തന്ന ഉസ്താദ് പറഞ്ഞേ, ഞാൻ അദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ട്. യുസല്ലി അലൽ മാ, വെള്ളത്തിന്റെ മേലെ നിസ്കരിക്കുന്നു. സുമ്മ ലഖീതു ബഅദഹു മുഹമ്മദൽ ഇസ്ഫൻജീനി, ഇസ്ഫൻജി എന്ന് പറഞ്ഞാണ് ഞാൻ രണ്ടാമത് കണ്ടത്. ഫഇദാ ഹുവ അബ്റസ്, അദ്ദേഹത്തിന്റെ വെള്ളപ്പാണ്ട് രോഗം, രണ്ടാമത്തെ ഒരാള്. ഫഖുൽതു ലഹു യാ സയ്യിദി, ഞാൻ പറഞ്ഞ എന്റെ സയ്യിദേ, കാന്നല്ലാഹു തആല ലം യജിദ് ലിൽ ബലായി മഹല്ലൻ മിൻ അദാഇഹി, അള്ളാഹുവിന്റെ ആദാക്കൾ ആരെയും കിട്ടിയിട്ടില്ല ഇങ്ങനത്തെ ബലാവും കുഷ്ഠരോഗം വെള്ളപ്പാണ്ടും കൊടുക്കാന്. ഓർക്കെല്ലാം കൊടുത്തൂടെ? നിങ്ങളാരാ വെള്ളത്തിന്റെ മേൽ നടക്കുന്ന വലിയ അല്ലേ? ഹത്താൻസുലഹോബിക്കും, അതെന്തിനാ നിങ്ങൾ ചൊരിഞ്ഞു? വാന്തും ഖാസത്തു ഔലിയാഇഹി, അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ ഖാസായ ആളാണല്ലോ. ഖാല, റാവി പറയുന്നു, ഫഖാല ഉസ്കുത്, മുണ്ടരുതെന്ന് പറഞ്ഞു. ലാ തഖുൽ ദാലിക്,
പറയാൻ പാടില്ല. ഇന്നഹു ലമ്മാ അശ്റഫ്നാ അലാ ഖസാഇനിൽ അത്വാഇ, അല്ലാഹുവിന്റെ അത്താഖുണ്ടല്ലോ കൊടുതി, അതിന്റെ ഖസാന കണ്ടപ്പോൾ ഇതാണ് വേണ്ടത് എന്ന് ചോദിച്ചു വാങ്ങിയതാന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ അത്താഖുന്ന കൊടുതിയുണ്ടല്ലോ, അതിന്റെ ഖസാന നമ്മൾ എത്തിയപ്പോൾ പിന്നെ ലം നജിദ് ഇൻദല്ലാഹി ശൈഅൻ അശ്റഫ വലാ അഖറബ മിൻഹു മിനൽ ബൽ ഇലൈഹി മിനൽ ബലാ, ഇതിനാക്കാണ് അഷ്റഫും ഇതിനാക്കാണ് അള്ളാഹിനെ കൊണ്ട് അടുപ്പിക്കുന്നതുമായ ഒന്നും വേറെ കണ്ടിട്ടേ ഇല്ല. അതുകൊണ്ട് ഫസഅൽനാഹു ഇയ്യാഹു, നമ്മളത് ചോദിച്ചു വാങ്ങിയതാണെന്ന് അവർ കണ്ടാ. എന്നിട്ട് ഫകൈഫ ബിക, ഫകൈഫ ബിക, നീ എന്ത് പറയും? ലൗ റഅയ്ത സയ്യിദസ് സുഹാദി വഖുതുബൽ ഇബാദി വഇമാമിൽ ഔലിയാഇ വൽ ഔതാദ് ബിഗാരി അഫി അർദിൻ തർസൂസ്, തർസൂസ് എന്ന നാട്ടിൽ ഒരു ഗുഹയിൽ താമസിക്കുന്ന വലിയ ഒരാളുണ്ട്. ഒരു സയ്യിദു സുഹാദാണ്, ഖുതുബുൽ ഇബാദാണ്, ഇമാമുൽ ഔലിയാഇ ഔതാദാണ് അല്ലേ. ലഹ്മുഹു യതനാസറു, അദ്ദേഹത്തിന്റെ മാംസം ഇങ്ങനെ ഉതിർന്നു വീഴുകയാണ്. വദിൽദുഹു യസീലു കൈഹൻ വസദീദൻ, ശരീരത്തിൽ നിന്നാണെങ്കിലോ തൊലിയിൽ നിന്ന് ചലവും സദീദും ഒലിച്ചുകൊണ്ടിരിക്കുന്നു. വഖദ് അഹാത ബിഹി ദുബാബു വന്നംലു, ഈച്ചയും കൊതുകുകളും അദ്ദേഹത്തിന് പൊതിഞ്ഞിരിക്കുന്നു. ഇവരെ കണ്ടാൽ നീ എന്ത് പറയൂ? എന്നിട്ടോ ഫൈദാ കാനൽ ലൈലു, രാത്രിയായാൽ ലം യക്ന ബിദിക്രില്ലാഹി വശുക്രിഹി അലാ മാ അതാഹു മിനർ റഹ്മ, ഈ റഹ്മത്തായി ഒരു കണക്കാക്കിയിട്ട് ഈ റഹ്മത്ത് നൽകിയതിന് ദിക്ർ ചൊല്ലിയിട്ടും ശുക്ർ ചൊല്ലിയിട്ടും മൂപ്പർക്ക് മതി വരുന്നില്ല. വാസ്കന ജസദഹു മിനൽ ആഫിയതി ഹത്താ ശുദ്ദ നഫ്സഹു ബിൽ ഹദീദി, കണ്ടോ. ആഫിയത്തുള്ള കാലത്ത് എന്തായിരുന്നു? ഇരുമ്പ് കൊണ്ട് കെട്ടിയിട്ടിട്ട് കിബിലക്ക് മുന്നിട്ടിട്ട് നേരം പഠിപ്പിക്കുന്ന ആളാണ്. തീർന്നു. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ എന്താണ്? മഹാന്മാർക്ക് നമ്മൾ കാണുന്ന ബലാകാണെങ്കിലും അവർ കാര്യം മനസ്സിലാക്കിയിട്ട് അള്ളാഹ്ക്ക് ശുക്ര, അപ്പൊ ബലായിന് ശുക്ർ ചെയ്യുന്നു. ഇനി വസയഅതി മിൻ കലാമിൽ മുഅല്ലിഫ് റഹിമഹുല്ലാഹ് ഫീ ഹാദൽ മഅനാ, ഈ അർത്ഥം വരുന്ന കുറച്ചും കൂടി ബാക്കിയിൽ വരാനുണ്ട്. വല്ലാഹു വലിയ്യുത് തൗഫീഖ് എന്ന് പറഞ്ഞു. കുറച്ചുകൊണ്ട് മടിച്ചാ പിള്ളേർക്കെല്ലാം ഇറങ്ങാറായി തോന്നുന്നു. നല്ല ചായ കുടിക്കുന്ന അവർക്ക് മുട്ടായില വാങ്ങി വെക്കണം. എന്നെ പുതിയ വിഷയം എന്താ പറയുന്നത്? അമൽ ചെയ്യുന്ന ആളെ നോക്കിയാൽ ഒരാൾക്ക് ഖുർആൻ ഓത്തേ ഓത്താം, വല്ലാത്ത ഇഷ്ടം. ചിലർ ഖുർആൻ നോക്കാതെ ഉണ്ടെന്നൊക്കെ സലാത്തില്ല. മറ്റു ചില നിസ്കാരേ നിസ്കാരം, ചിലർക്ക് നോമ്പേ നോമ്പാ, പല ഇനങ്ങളും. ഇതെന്താ ഇങ്ങനെ വ്യത്യാസപ്പെട്ടത്? അത് പറയുന്നത് അള്ളാഹുവിന്റെ മക്കളിൽ നിന്നുള്ള കൽബിലേക്ക് വരുന്ന വാരിദാത്തുല്ല, വാരിദ് എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് താഴോട്ട് വീഴുന്ന വെള്ളം എന്ന അർത്ഥം. ഇതുപോലെ അള്ളാഹുവിന്റെ മക്കളിൽ നിന്നുള്ള ഓരോ ഇൽഹാമാത്ത് ഉണ്ടാവും. നീ ഇന്നത് ചെയ്യും, നീ ഇന്നത് ചെയ്യും, ഇന്നത് ചെയ്യും. അവർ ആ കൽബിലേക്കടാ നീ കുറച്ച് ഖുർആൻ ഓതിയട്ടെ എന്ന് വാരിദാത്തുൽ അഹ്വാല് വരുമ്പോൾ അവരെന്താക്കും? ഉടനെ ഖുർആൻ നോക്കും. നീ കുറച്ച് സലാത്ത് എന്ന് പറഞ്ഞാൽ അത് വരും. നീ കുറച്ച് കിതാബ് നോക്കുന്ന പറഞ്ഞാൽ അവിടത്തേക്ക് എത്തിക്കും. നീ സിയാറത്തിന് വിടുന്ന പറഞ്ഞാൽ അതായിരിക്കും. അപ്പൊ അതവർ ഇഷ്ടം പോലെ ചെയ്യുന്നതല്ല. തനവ്വഅത് അജ്നാസുൽ അഅമാൽ, അഅമാലിന്റെ ഇനങ്ങൾ എന്താക്കി പല നൗഉകളുമായി. ആർക്ക്? അലൽ ആമിലീൻ, അമൽ ചെയ്യുന്ന ആളുകൾ. അതിന്റെ കാരണം എന്താ? അതിന്റെ പിന്നിലൊന്നുണ്ട്. ലിതനവ്വുഇ വാരിദാത്തുൽ അഹ്വാൽ, വാരിദാത്തുൽ അഹ്വാല ഇലാഫത്ത് ഉണ്ട്. വാരിദാത്തുൽ അഹ്വാൽ മുകളിൽ നിന്ന് താഴെ. അപ്പൊ അള്ളാഹുവിന്റെ ഹദറത്തിൽ നിന്ന് എന്റെ കൽബാകുന്നതിലേക്ക് പതിക്കുന്ന വാരിദാത്ത്. അപ്പോ അത് അഹ്വാലിനെ ഉണ്ടാക്കുന്നവർ. ഈ വാരിദാത്ത് എന്താക്കും? കൽബിന്റെ അഹ്വാലിനെ ഉണ്ടാക്കും. അപ്പൊ അഹ്വാലിന്റെ സബബാണ് വാരിദാത്ത് എന്നായി അല്ലെ. അപ്പൊ സബബിനെ മുസബ്ബബിലേക്ക് ഇലാഫത്ത് വന്നു അല്ലെ. മറ്റൊന്ന് വാരിദാത്തും അഹ്വാലും ഒന്നാണ് എന്ന് മുസന്നിഫ് പറയുന്നുണ്ട്. അപ്പം വാരിദാത്താകുന്ന അഹ്വാല് അല്ല അഹ്വാലാകുന്ന വാരിദാത്തും രണ്ടൊന്നാക്കാം. അതാ പറഞ്ഞ അതിൽ വാരിദാത്തുല്ലത്തി തുൻതിജു അഹ്വാലൻ, അഹ്വാലുകളെ ഉൽപ്പാദിപ്പിക്കുന്ന വാരിദാത്ത്. അപ്പൊ വാരിദാത്ത് സബബായി, അഹ്വാൽ എന്തായി? മുസബ്ബബായി.
അത് എവിടെയുണ്ട്? ഖായിമത്തും ബിഖുലൂബിഹിം, അത് അവരുടെ കൽബിന്റെ ഉള്ളിലാണ്ടാകും. അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അഅമാലിനെ എന്താക്കും? നബീന്റെ കൽബിൽ വാരിദാത്ത് വരുന്നത് നീ ഖുർആൻ കൊണ്ട് ശൂലാവണം, നമാസ് ഉസ്താദിനോട് പറയുന്നത് നിങ്ങൾ സലാത്ത് കൊണ്ട് ശൂലാവണം. അപ്പോ നിങ്ങൾ ഇഖ്തിയാർ അല്ലത്, അങ്ങനെ വരുന്ന ഓർഡറാന്ന് പറഞ്ഞു. അല്ലെങ്കിൽ അതെന്താ ഇലാഫത്ത്? വാരിദാത്ത് അത് തന്നെ അഹ്വാലി. എന്തുകൊണ്ട്? വാരിദിനെ ഹാല് എന്ന് പറയുമ്പോൾ വാരിദാത്തിന് അഹ്വാൽ എന്ന് പറയും. കമാസയത്തി അത് മുസന്നിഫ് പറയുന്നുണ്ട്. ചുരുക്കത്തില് അന്ന ബഅദൽ മുരീദീന തജിദുഹു മുസ്തഗിലൻ ബിസ്സലാത്തി, ചില മുരീദന്മാരെ നിസ്കാരം, വബഅദുഹും ബിസ്സിയാം, ചിലർക്ക് നോമ്പ്, വഹകദ. നേരത്തെ പറഞ്ഞില്ലേ വസബബു ദാലിക വാരി. അപ്പൊ അതിന്റെ അർത്ഥം തനബ്ബഅത അജ്നാസുൽ അഅമാലിന്റെ മാനിയാ പറഞ്ഞത്. അതാ പറഞ്ഞു ഇബാറത്ത് കൂട്ടിച്ചേർക്കറാ. വാരിദുൻ ഇലാഹിയുൻ, ഇലാഹിന്റെ പക്കൽ നിന്ന് വരുന്ന ഒരു വാരിദാണ്. ഇഖ്തലാ മൈലു ഹാദാ ഇലാ കദാ, ഇന്നാലെന്ന സൈദിനെ ഇന്നതിലേക്ക് ചായിപ്പിച്ചു. വഹാദാ ഇലാ കദാ, ഹംദിനെ എന്താക്കി തിലാവത്തുൽ ഖുർആനിലേക്ക് ചായിപ്പിച്ചു. ചില ആളെ ഇൽമ പഠിക്കലിലേക്ക് പ്രേരിപ്പിച്ചു, ഒരാളെന്താക്കുന്ന നോമ്പോക്കലിലേക്ക് പ്രേരിപ്പിച്ചു. അതുകൊണ്ട് അപ്പൊ വാരിദാത്തുൽ ഇലാഹി എന്നാണ് വാരിദാത്ത്. നിങ്ങൾ കൽപ്പിക്കുന്ന മുക്തത അനുസരിച്ച് തന്നെ അമൽ ചെയ്തുകൊള്ളണം. അത് മാറ്റിയിട്ട് മറ്റൊന്ന് മാറിയാൽ നിങ്ങൾ നിയോഗിക്കപ്പെടാത്ത അമലായി മാറി. എപ്പോഴും അവിടെ ഷർത്തുണ്ട്, ഇല്ലം യകുൻ തഹത തർബിയത്തി ശൈഖ്. ഒരു ശൈഖിന്റെ തർബിയത്തിൽ കഴിയുന്ന ആളല്ലെങ്കിലായി അയാളെ സ്വതന്ത്രനാണ്. ഇല്ല എന്ന് പറഞ്ഞ തർബിയത്തിന് ശൈഖിന്റെ കീഴിൽ കഴിയുകയാണെങ്കിൽ അദ്ദേഹത്തിന് അനുവാദവും സമ്മതം കൊണ്ടല്ലാണ്ട് ശുഗലാകാൻ പാടില്ല. അപ്പൊ എന്തുണ്ട്? തർബിയത്തിൽ കഴിയുന്ന ആള് വേറുണ്ട്, തർബിയത്തിൽ ഇല്ലാത്ത ആള്. അത് സാധാരണ പറയല്ലേ, പെണ്ണുങ്ങ ഭർത്താവിന്റെ കീഴിൽ മുത്തസമ്പജത്ത് അല്ലെങ്കിൽ കുറച്ച് സ്വാതന്ത്ര്യമുള്ള പെണ്ണാണ്. മുത്തസമ്പജത്താണെങ്കിലോ ഭർത്താവിന്റെ അനുവാദം കൊണ്ടാണോ സുന്നത്ത് നോമ്പൊക്കെ വരാൻ പറ്റില്ലല്ലോ, ഹജ്ജിന് പോകാൻ പറ്റുമോ? അപ്പൊ ഇപ്പം കണ്ടാണെല്ലാം തോന്നിയ തൊട്ടിട്ട് പോയാൽ തർബിയത്തായി എന്ന് മനസ്സിലാക്കുന്നുണ്ട്. എല്ലാം തർബിയത്താണ്. അവൻ വേറൊന്നും ചൊല്ലിക്കൂടാ, അതാതും ചൊല്ലിക്കൂടാ, ഖുർആനും ഓതിക്കൂടാ, മറ്റും ചൊല്ലിക്കൂടാ. എന്താ ഈ തർബിയത്താണ്? ആരെ തർബിയത്ത് ചെയ്തതിന് ഉത്തരവില്ല. എന്താണീ പറയുന്നത്? അത് നേരത്തെ നിശ്ചയിക്കപ്പെട്ടതല്ലേ, മനസ്സിലാവും. ആദ്യം ഒന്നെങ്കിൽ ശറഅ തന്നെ എന്താ നിശ്ചയിച്ചിട്ടുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന. പറ്റൂല. ചുരുക്കത്തിൽ പറയാ, അപ്പൊ ഈ കാണുന്നെല്ലാം തർബിയത്താന്ന് വിചാരിച്ചിരിക്കണ്ട. എല്ലാം തർബിയത്തെല്ലാം പറഞ്ഞു തർബിയത്താണെന്ന് പറഞ്ഞിട്ട് മേശക്കടിച്ചിട്ട് പോയാലും തർബിയത്താവൂല. അപ്പൊ എന്റെ ചോദ്യം, ആരെ തർബിയത്ത് ചെയ്തു? നിങ്ങൾ തർബിയത്ത് ചെയ്തിട്ടുണ്ടോ? യെസ് ഓർ നോ ഉണ്ടെന്നാ? ആര് എന്ത് വിഷയത്തിൽ തർബിയത്ത് ചെയ്തു? അപ്പൊ ഉത്തരയിലെ തർബിയത്താ? ഉത്തരയില്ലാ തർബിയത്ത്. തർബിയത്ത് എവിടെ തുടങ്ങുന്നു? ഇൻഷാ അല്ലാഹ് അടുത്ത ഹിയ കേൾക്കുമ്പോ അല്ലെങ്കിൽ അതിന്റെ വോയിസ് കേട്ടോ. ശൈഖ് എന്നൊരു മുനാഖശയാണ് ജീവിതത്തിൽ ചെയ്ത തെറ്റുകൾ മുഴുവനും സഗായിറായിട്ടും കബായിറായിട്ടും വന്നിട്ട് അതിൽ ഏറ്റവും വലിയ കബായിനത്തോട്ട് നസുഹ തോപ ചെയ്തിട്ട് വാങ്ങുന്നിട്ട് എന്താക്കണോ? തീർച്ചപ്പെടുത്തണം. ആദമീന്റെ ഹക്ക് കൊടുക്കാനുണ്ടാ? എല്ലാം കൊടുത്തിട്ട് വാ. പൈസ ഇല്ല ഉസ്താദേ, വിളിച്ചോ, കൊടുത്തിട്ട് വാ. ശൈഖ് ഈശിന്റെ പൈസ കൊടുക്കണം, ഓനെ മോചിപ്പിക്കാൻ. അല്ലെങ്കിൽ ബാ ഞാനും വരാം, അവനെ കൊണ്ട് പൊരുത്തപ്പെടിക്കാൻ. എവിടെ തർബിയത്ത്? ഇവനിക്ക് ഫിഖ് അറിയോ? എത്രത്തോളം ഫിഖ് അറിയാം? അഖീദ അറിയോ? എന്തെല്ലാം, ഏതാണ് അഖീദ?
അത് റാഫിലിയത്ത് കഴിഞ്ഞിട്ടുണ്ടോ, ഷിയത്ത് കഴിഞ്ഞിട്ടുണ്ടോ, മുഅ്തസിലിയത്ത് കഴിഞ്ഞിട്ടുണ്ടോ, എല്ലാം തീർത്ത് ശുബ്ഹകളാക്കിയിട്ട് അഹ്ലുസ് സുന്നത്തി എന്ന് പറഞ്ഞ സഹാബത്തിന്റെ അഖീദ നമ്മൾ ഉറപ്പിച്ചിരിക്കണം. അവനിക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മറുപടി തീർത്തു കൊടുക്കണം. അറബിന്ന് വെറും പേര് പണ്ടെടുത്താ ഇത് കൊടുത്ത് ബിസ്ക്കറ്റ് ഒന്നൊന്നാണ്. ഇത് ബിസ്ക്കറ്റാ, ഇത് ബണ്ടിര കാത്തല്ല. അവിടെയാണ് പറഞ്ഞാൽ പറ്റാത്ത ഇത് ഓടിച്ചാ അങ്ങനെ തസ്കിയത്ത് ക്യാമ്പിൽ 12 മടങ്ങിയാൽ മതില്ല. സമൂസയും ചായയും കുടിച്ചു, കടുപ്പുള്ള ചായയും കിട്ടും, മുക്കോണല് സമൂസയും കിട്ടും. തസ്കിയത്ത് ക്യാമ്പ്, തസ്കിയത്തായി എല്ലാം മുസക്ക സാദിഖീങ്ങളായ മുരീദന്മാരുടെ ഹക്കിൽ എന്തുണ്ട്? പല ഔറാദുകൾ. അവരുടെ കൽബിന്റെ മേലെ അള്ളാഹുവിന്റെ വാരിദാത്ത് മാറി മാറി വരുന്ന നൗ അനുസരിച്ചാണ് ഉണ്ടാകുന്നത്. അപ്പൊ അവന്റെ വാരിദിന്റെ മുക്തത അനുസരിച്ച് എന്താക്കണം? അമൽ ചെയ്യണം. പക്ഷെ ഒരു തർബിയത്തിന്റെ ശൈഖിന്റെ കീഴിൽ അവൻ അവരുടെ കസ്റ്റഡിയിലാണെങ്കിൽ അവന് പൂർണ്ണ സ്വാതന്ത്ര്യമില്ല. OP ചികിത്സ ചെയ്യുന്നു, ഒരു ഡോക്ടറെ കണ്ടിട്ട് കുൽപ്പം വാങ്ങിയിട്ട് മരുന്ന് വാങ്ങിച്ച് 100 രൂപ ഫീസും കൊടുത്തിട്ട് പോയ OP ചികിത്സയാണ്. നിങ്ങൾ മരുന്ന് വാങ്ങിയാലും കുടിച്ചാലും ഡോക്ടർക്ക് ഒരു ബാധ്യതയില്ല. ഇവന്റെ മാരകമായ രോഗം വന്നിട്ട് ആസ്പത്രി അഡ്മിറ്റാക്കി ഫയലെല്ലാം എഴുതി എഗ്രിമെന്റ് എഴുതി ഒനക്കേറ്റിട്ട് IC താമസിപ്പിക്കുന്നുണ്ട്. ആടിമ സ്വന്തരന അല്ലപ്പാ IC ഉണ്ടല്ല, നമ്മൾ ഇന്നാള് നമുക്ക് ഒരു ഇളനീരുണ്ട കൊടുത്താലോ? അവർക്ക് ഒന്നും കുടിച്ചല്ല. അന്നല്ല അപ്പയും ചുറ്റിട്ട് ടിഫിൻ ബോക്സിലാക്കിയിട്ട് ഇങ്ങനെ തൂക്കിയിട്ട് പോകുന്നു IC കിടക്കുന്നത്. ഏറ്റോ എന്തങ്ങനെ ഓരോ ഒരു ഷെയ്ഖിന്റെ തർബീയത്തിലിപ്പം കഴിയുന്നു. അവിടെ ഡോക്ടർ സമ്മതിയില്ലാണ്ട് കയറ്റാൻ കൂടില്ല. അത് ചീട് എന്താക്കാ? നീ പെരണ്ടോളം തോന്നുന്നു എഴുതി കൊടുത്താ ഇത് IC എന്ന് പറഞ്ഞാൽ എന്താക്കുന്നത്? അത് വിശത്തിൽ മൊത്തമില്ലേ? അപ്പൊ വലായമലു മുക്തദാ വാരിദ് ഗൈരിഹി, മറ്റൊരാളെ വാരിദ് ഒപ്പിച്ചിട്ട് ഇവന് അമൽ ചെയ്യാൻ പറ്റൂല. നീ ആ ഖുർആൻ ഓതുന്നത്, നീ സലാത്ത് ചെല്ലട്ടെ, ഭയപ്പെടലില്ല. നബീൽ ഉസ്താദ് ഖുർആൻ ഓതുന്നു, വാരിദ് ഞാൻ പോയിട്ട് നാളെ പൂട്ട് വെച്ചിട്ട് എന്തോ സലാത്ത്, അതെനിക്ക് പറയാനും പാടില്ല, നിങ്ങൾ കേൾക്കുകയും വേണ്ട. ആ ഗൈറിന്റെ മോളെ എത്ര നീ എന്താ ഷൂലാവാത്തത്? ഞാനിടുന്ന് ഖുർആൻ ഓതുന്നുണ്ടല്ലോ, നീ എന്താ ഓതാത്തടാ? ഞാനിടുന്ന് നോമ്പ് പോയിട്ടുണ്ട്, നീ എന്താ നോക്കാത്തെ എന്ന് എത്ര പറയാൻ അവനും അധികാരിയില്ല. ഇവൻ നിശ്ചയമായ കാര്യങ്ങളെ കൊണ്ടിട്ട് സുമ്മക്കാല. ഇനി എന്താ പറയാൻ പോകുന്നത്? അത് അടുത്തതാ. ഈ അഅ്മാല് എന്നുള്ളത് നമ്മ പണ്ടേ പറയില്ലേ, ഈ സാരി തുണിക്കച്ചവടം ചെയ്യുന്നതിന്റെ മുമ്പിലുണ്ടാകും കണ്ടോ കുറെ പ്രതിഭകള്. നിന്റെ പേരെന്താന്നു? ജയ്ദ. അത് ബൈക്കും അതാണ് അടുത്ത് പറയാൻ പോകുന്നത്. എന്നുള്ള കൽബുകളെ മേലിൽ ഇങ്ങനെ വന്ന് പതിയുന്നതാണ് മിനൽ മആരിഫിർ റബ്ബാനിയ്യത്തി വൽ അസ്റാറിർ റൂഹാനിയ്യത്തി, റബ്ബിനെ കൊണ്ട് ചേർക്കപ്പെട്ട മാരിഫത്തിനാലും അസ്റാറുകളുമാലും. വഹിയല്ലത്തി തൂജിബു ലഹാ, അതെന്താക്കുതറിയോ? ആ ഖുലൂബുകൾക്ക് ഉണ്ടാക്കി കൊടുക്കും അഹ്വാലൻ ഹമീദത്തൻ, സുത്യർഹമായ അഹ്വാലുകളെ ഉൽപ്പാദിപ്പിക്കും. അത് മുസ്ലിം പറഞ്ഞില്ലേ, അൽ വാരിദാത്തുല്ലതി തുൻതിജു അഹ്വാലൻ ഖായിമത്തൻ ബിഖുലൂബിഹിം എന്ന് പറഞ്ഞു. അപ്പൊ ഫമിൻഹ, ആ വാരിദാത്തിൽ പെട്ടതാണ് വാരിദൻ യൂജിബു ഹൈബത്തൻ, അള്ളാഹിനെ പറ്റിയുള്ള പോലെ ഹൈബത്തിനെ ഉണ്ടാക്കി തീർക്കുന്ന വാരിദ കൂട്ടത്തിലുണ്ട്. അയാളൊക്കെ പേടിച്ചിട്ടും പറഞ്ഞിട്ടെല്ലാം കൂടി ആ വെപ്രാളത്തിലായിരിക്കും ഉണ്ടാകുക. വമിൻഹ വാരിദൻ യൂജിബു ഉൻസൻ, എപ്പോഴും ഉൻസുണ്ടാക്കി തീർക്കുന്ന വാരിദും ആ കൂട്ടത്തിലുണ്ട്.
വമിന്നാ വാരിദൻ യൂജിബു ഖബലൻ, മനസ്സിനെ പിടിച്ചു ഞെരിക്കുന്ന തരത്തിലുള്ളത്. വമിന്നാ വാരിദൻ യൂജിബു ബസ്തൻ, ഖബലിന്റെ നേരെ ഓപ്പോസിറ്റ്. അതല്ല വാരിദ് സുഹുദ്, വാരിദ് ശുക്ർ, വാരിദ് സബർ. അപ്പൊ ഈ അഹ്വാലുകളെല്ലാം പിന്നിൽ നിന്നുണ്ടാവും ഒരു വാരിദ് ഉണ്ടാവും. ഇലാ ഗൈരി ദാലിക മിൻ മുഖ്തലഫാത്തിൽ അഹ്വാൽ വലമ്മാ കാനത് ഹാദിഹിൽ വാരിദാതു ഐദൻ മുതനവ്വിഅതൻ. ഈ വാരിദാത്ത് പല ഇനങ്ങളാണ്. കണ്ടോ? അതാണ് ഇതിന്റെ ഈ തനവ്വുഅ വാരിദാത്തിൽ അഹ്വാൽ ഇല്ലത്തായി പറഞ്ഞില്ലേ, അത് മൂപ്പർന്നാക്കിയ സബബിനെ മുന്തിച്ച് ഇബാർത്ത് പറയുമ്പോൾ കാനത്ത് അജ്നാസുൽ അഅമാൽ ലത്തി തഖ്തലിഹാ ഹാദിഹിൽ വാരിദാതു. ഈ വാരിദാത്ത് തേടിയ അമലുകൾ എന്തായി? ഐദൻ മുതനവ്വിഅതൻ. അപ്പൊ ആദ്യം സബബ് പറഞ്ഞിട്ട് മുസബ്ബബിലേക്ക് ഇറക്കിയിരിക്കും. മത്തിൽ എന്താ ഉള്ളത്? മുസബ്ബബ് പറഞ്ഞിട്ട് സബബ പറഞ്ഞു. തനവ്വഅത് അജ്നാസുൽ അഅമാൽ. കാരണം ഈ തനവ്വുഅ വാരിദാത്തിൽ അഹ്വാൽ. ഇനി വല്ലഅമാലുല്ലാഹിറതു, അപ്പോൾ ലാഹിറായ അമാലുകൾ അബദൻ തബഉൽ അഹ്വാലിൽ ഖുലൂബിൽ ബാത്തിനതി, ഖുലൂബിലെ ഉള്ള അഹ്വാലിനോട് താബിയായിക്കൊണ്ടാണ് വരുന്നത്. അഹ്വാൽ എന്തിനാണുണ്ടായി? വാരിദാത്ത് കൊണ്ട്. അപ്പൊ അല്ലാഹു തആല എന്താക്കും? ഒരാൾക്ക് വാരിദ് കൊടുത്തിട്ട് നീ ഇന്നത് കൊണ്ട് ശൂലാവണം, നീ ഫിഖ് കൊണ്ട് ശൂലാവണം, തുഹ്ഫ കിതാബ് ഓതി കൊടുക്കണം, മുതാല ചെയ്യണം. ആയിക്കോട്ടെ, സമീനാ വാത്തായില്ല. നീ എന്താക്കണം? ഇഹ്യാലുമ്മദ്ദീൻ നോക്കണം, സമീനാ വാത്തായില്ല. അപ്പൊ രാജാ കൽപ്പനയാ, നീ എന്താക്കാൻ? ഓഫീസിൽ പോയിട്ട് ഫയലുള്ളൊന്ന് പരിശോധിക്കും, സമീനാ വാത്തായില്ല. നീ ആ ചൂലെടുത്ത് വിട്ട് നടിച്ചു അറിയട്ടെ, സമീനാ വാത്തായില്ല. സയ്യിദിന്റെ കൽപ്പനയാ, എല്ലാത്തിനും ശമ്പളം കിട്ടും. അപ്പൊ എനിക്ക് ഞാൻ മേശയ്ക്ക് നേതിക്കൊള്ളാം, എനിക്ക് അടിച്ചു വരാൻ കഴിയില്ലെന്ന് പറയാൻ പാടില്ല. ഇയാൾ ഇരുന്നിട്ട് ആ ചൂലും കൊണ്ടാണ് ഞാൻ അടിക്കാൻ ഇവിടെ ഇരുന്നോന്ന് പറയാനും പറ്റൂല. അതല്ല ചില മുസന്നിഫുകൾ കാണുന്നില്ലേ, ചിലപ്പോ ഖുർആന്റെ അസ്റാറെല്ലാം അറിയുന്ന ആളായിരിക്കും, പക്ഷെ ഒരു തസാനീഫ് അൽഫാദിലും സറഫിലും നഹ്വിലും അതിലും ഫുനൂനുകളിലും. അത് മറ്റേലേക്ക് ചേർത്ത് നോക്കി എന്തിനാ പറ്റുക? ലഫ്ദ് എന്ന് പറഞ്ഞാൽ തന്നെ തുപ്പുന്ന സാധനമൊന്നുമില്ല, ഇറക്കാൻ പറ്റുന്നില്ല. അപ്പൊ അള്ളാഹു കൊടുക്കുന്ന വാരിദാത്ത് എന്താ? നമ്മൾ ചെയ്തോളാം. അപ്പൊ അള്ളാന്റെ ഫضലുകൊണ്ട് അമ്മക്ക് വന്ന വാരിദാത്ത് ഹിക്മത്തോടൊന്നാണ്. ചിലപ്പം പറയും നീ യാഫി ഇമാമിന്റെ കിട്ടേണ്ട ഒരു ഇർഷാദ് അത് തോന്നണേ, ആയിക്കോട്ടെ, സമയനാ വാത്താന ഖുർആനക റബ്ബന വഇലൈക്കൽ മസീർ. അപ്പൊ അള്ളാഹു എന്തോ ഹൈറായ വാരിദാത്ത് കൊണ്ട് നമ്മളെ കൽബിൽ ഇങ്ങനെ നനച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അള്ളാഹിനെ കാണുന്നില്ല. പക്ഷെ എന്ത് വേണം? തഅറുഫ് വേണം. കാരണം അള്ളാഹു അല്ലാതെ മുഹദ്ദിക്കില്ല, അള്ളാഹു അല്ലാതെ മുസക്കിനില്ല, അള്ളാഹിന്റെ വക്കുന്നല്ലാതെ ഹരുമ്പുമൊത്തുമില്ല, രണ്ടാമത്തെ ഒരാളെ കാണാനില്ല. ഇവിടെ വെറുതെ നടക്കുകയും ചെയ്യൂല. അപ്പൊ ഡ്രൈവർ തിരിച്ചു പോലെ വണ്ടി ഓടും. മുന്നോട്ട് കയറിയിട്ടിട്ട് വണ്ടി മേക്കോട്ട് പോവോ? പോവില്ല, തിരിച്ചു പോകൂല. അത് വെറുതിരിക്കണം. അതിനെല്ലാം വലിയ പണി. സ്വന്തം കഴിയുന്നില്ലെങ്കിൽ വലിയൊരാളുണ്ടാവും ഷെയ്ഖപ്പുറം. അപ്പൊ മനെ തടിഹവയെന്നേന്ന് വിട്ടുകൊണ്ടേ അലാമത്തുണ്ടാവും, ഇവർക്ക് അതിന്റെ ബസീറത്തുണ്ടാവും. അത് പറഞ്ഞില്ലേ, ഒരാൾക്ക് നീര് കയറി തടി ഇങ്ങനെ ഉഷാറായിട്ടുണ്ട്, ഒരാൾക്ക് ചവനപ്രാസം കഴിച്ച് തടി ഉഷാറായിട്ടുണ്ട്. രണ്ടും തടി ഉഷാർ തന്നെ, പക്ഷെ ഇത് നീരാന്നേ മറ്റോറ് പറയും. അതെ 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 ഇത് തന്നെ മുസന്നിഫ് വേറെ പറയുന്നുണ്ട്. എന്ന് എന്ന ഒരു ഹിക്മത്ത് വേറെ വരുന്നുണ്ട്. ഈ അമാല് പുറമെ നല്ല ഹുസ്നായിട്ട് കാണുന്നുണ്ടല്ലോ, അത് ഉണ്ടാക്കി തീർക്കുന്ന അഹ്വാല് നല്ല ഹുസ്നായിട്ടുണ്ട്. ആ അഹ്വാലിന്റെ പിന്നിൽ നല്ലൊരു വാരിദാത്ത് പ്രവർത്തിക്കുന്നു. അപ്പൊ ചെയ്യുന്ന നിസ്കാരാവട്ടെ, റാത്തിബത്താവട്ടെ, അതാവട്ടെ, ശലലാവട്ടെ, വദലാവട്ടെ, ആ ഹുസ്നാണ് അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഹുസ്നുൽ അഹ്വാല് പിന്നിലുണ്ട്. അപ്പൊ ഹുസ്നുൽ അഹ്വാൽ ഇല്ലാതെ ഇമിറ്റേഷനായി വെച്ചുകെട്ടലാകുമ്പോ എന്താക്കുന്നത്? അല്ലാഹു അക്ബർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പൊ ഹുസ്നുൽ അഹ്വാലില്ല. എന്തുകൊണ്ട് ഹുസ്നുൽ അഹ്വാലില്ല?
ഇതിനടുത്ത് അമാലിന്റെ അവസ്ഥ എന്താന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സാരിപ്പീടിന്റെ നെഞ്ചിലുണ്ടാകുമോ നല്ല കന്തൂറിലോട്ട് തലിക്കെട്ടലും കെട്ടിയിട്ട് ഒരാള്, ചിലതാന്ന് കോട്ടും ടൈയിലും കെട്ടി പാന്റിലും ഇട്ടിട്ടുണ്ട് നിൽക്കുന്നുണ്ട്. അസ്സലാമു അലൈക്കും മുണ്ടുന്നില്ല. നിങ്ങൾ എവിടെയാന്ന്? ഉണ്ടോ ഞാൻ പള്ളിയിൽ പോയിട്ട് ഏറ്റാ നീ ഇതെല്ലാം നോക്കണേന്നോട്ട് ഏൽപ്പിച്ചാല് ഒന്നും ഏറ്റെടുക്കൂല. എന്താ കുഴപ്പം? ജീവനില്ല. അപ്പൊ ഈ ജീവനില്ലാത്ത പ്രതിഫല സ്ഥാനത്താണ് അമാലിന്റെ ഉപമ. പക്ഷെ അതിൽ ജീവൻ വേണമെങ്കിലോ ഇഖ്ലാസ്, അള്ളാഹുമായി ഘടിപ്പിക്കുന്ന. അപ്പൊ അല്ലാഹിലെല്ലാം കാര്യം കിടക്കുന്നു. ലൻ യനാലല്ലാഹു ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. ഉദ്ഹിയത്ത് വലിയ കൂലി കിട്ടുന്നുണ്ട്. അല്ലാഹ് എന്തായാലും കിട്ടി. ചോര ഭൂമിയിലേക്ക് പോയി, ഇറച്ചിയോ ചട്ടിയിലേക്ക് പോയി, പൊരിച്ചിട്ട് വയറ്റിലേക്ക് എത്തി. അല്ലവിടെ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും, നിങ്ങളെ മക്കളിന് തഖ്വയാണ് അല്ലാഹുമായി കണക്ഷൻ ചെയ്യുന്നത്. അപ്പൊ ജീവനില്ലാത്ത വെറും സൂറത്തായി മാറും. അതാ പറയുന്നത് അൽ അഅമാലു സുവറുൻ ഖായിമത്തുൻ. ഏത് അമാലി? അല്ലാഹിറ. ലാഹിറായ അമാലിനെയാണ് സുവറിനോട് തസ്ബീഹാക്കിയത്. അപ്പൊ ഏതാ മുശബ്ബഹ് അമാലി, ഏതാ മുശബ്ബഹ് ബിഹി സുവറുൻ ഖായിമ. അപ്പൊ മുബ്തദാക്കി ഖബർ വഖ്. അപ്പൊ എന്തായി? തസ്ബീഹും ബലീഗ്. തസ്ബീഹ് മാത്രമാണെങ്കിൽ എന്താ പറയല്? കാഫ് കളഞ്ഞിട്ട് മുബ്തദ ഖബറുവാക്കി എന്തോ തസ്ബീഹ് ബലീഗ്. അപ്പൊ അഅമാല് ഇങ്ങനെ സൂറത്ത് പ്രതിമകളെ മാതിരിയുള്ള സാധനം. അറുവാഹില്ലാത്ത സൂറത്ത്. അപ്പൊ ഫലാ നഫ്അ ബിഹാ, ഈ സൂറത്ത് കൊണ്ട് മാത്രം കാര്യമില്ല. ആ ചമയെല്ലാം കണ്ടാല് ഇങ്ങനെ പുജാപ്പിളായിട്ട് എടുക്കാൻ തോന്നും. ആ വീടിന്റെ മുന്നിൽ ഒരാൾ നിൽക്കുന്നുണ്ട്, നമുക്ക് ഓരോന്ന് പുജാപ്പിളയൊക്കെ അന്വേഷിച്ച് നോക്കിയാലോ? പോയി നോക്കുമ്പോക്ക് സ്വന്തം ബുക്കും പൊന്നും ഒന്നുമില്ല. എന്തൊരു മട്ട. ഇനി അറുവാഹ് വേണ്ടേ? അപ്പൊ അറുവാഹുഹാ, അതിലുള്ള റൂഹ്, അല്ലത്തി ബിഹാ ഹയാതുഹാ നഫ്ഉഹാ ഹയാത്തും, അതുകൊണ്ടുള്ള നഫ്ഉം കിട്ടണമെങ്കിൽ വുജൂദു സിർറിൽ ഇഖ്ലാസ്, ഇഖ്ലാസ് ആകുന്ന സിർറുണ്ടാവണം ഫിഹാ, അതിൽ. അപ്പൊ ഇഖ്ലാസ് സിർറാണ്, അത് നോക്കിയാൽ കിട്ടുന്ന സാധനമൊന്നല്ല എന്ന് മനസ്സിലായി. അല്ല സിർറുൽ ഇഖ്ലാസ് അല്ല, വുജൂദുൽ ഇഖ്ലാസിന് മാത്രം പറഞ്ഞാൽ പോരെ. സിർറാൻ അതാ. വൽ ഇഖ്ലാസു, ഇനി ഇഖ്ലാസ് എന്ന് പറഞ്ഞ സാധനം എന്താണ്? യഖ്തലിഫു ബിഖ്തിലാഫിൻ നാസ്, ജനങ്ങൾ മാറും തോറും ഇഖ്ലാസിന്റെ മർത്തബയും അല്ല ഡിഗ്രിയും ദറജാത്തെല്ലാം മാറും. അപ്പൊ എല്ലാ ഡിഗ്രിയും പറയാൻ കഴിയില്ല, മൂന്നെണ്ണേ പറയുള്ളൂ. അടിയിലതും നടുക്കുള്ളതും മുകളിലുള്ളതും പറയും. അല്ലെങ്കിൽ കണക്കാക്കാൻ കഴിയില്ലല്ലോ. ഈ ബസ്സിന്റെ സ്റ്റേജിൽ ചെയ്യുന്നതിൽ ഓരോ പലയെണ്ണം 10 ബസ് നിർത്തും. അപ്പൊ ഓരോ സ്റ്റോപ്പ് വെച്ചിട്ട് അവിടെ സ്റ്റേജ് കണക്കാക്കി നിർത്തിയിട്ട് അങ്ങ് കഴിഞ്ഞാൽ ഇങ്ങോട്ട് നടന്നോളാം, ഇവിടെ കഴിഞ്ഞാൽ അങ്ങോട്ട് നടന്നോളാം. എല്ലാം വണ്ടി ഉടലുണ്ടാവില്ല. അതാ. അപ്പൊ ഇഖ്ലാസുൽ ഉബ്ബാദി, ഉബ്ബാദികൾ ഇഖ്ലാസാത്ത താഴെ പടിയുണ്ടെന്ന്. സലാമത്തു അഅമാലിഹിം മിനൽ ദിയാഇൽ ജലിയ്യി വൽ ഖഫിയ്യി, ജലിയായ റിയായിനത്തൊട്ടും ഖഫിയായ റിയായിനത്തൊട്ടും അത് സലാമത്തായി കിട്ടണം. റിയായ് രണ്ടുണ്ട് എന്നല്ലോ. ജലി എന്ന് പറഞ്ഞാൽ അമലിലേക്ക് പ്രേരിപ്പിച്ചത് തന്നെ റിയാകാണ്. അതില്ലെങ്കിൽ അമലേ മൗജൂദാവില്ല. അത് ഇഹയ്യൽ വിശാലമായി പറയും. ഒരാളിവിടെ നിക്കരിക്കുന്ന ഖുർആൻ ഓതുന്നു, മറ്റൊരാളെ കാണുന്നു, അയാളെ ബോധ്യപ്പെടുത്താനോ എന്തോ ആയിട്ടാണെങ്കിൽ ചെയ്യും, അയാളെ കൂട്ടാൻ തീർന്നു. അപ്പൊ ഈ അമലിന്റെ വുജൂദ് അയാൾ മാത്രം പ്രേരിപ്പിക്കുന്ന, അല്ലാഹ് അതിൽ പങ്കെടുത്തിട്ടേ ഇല്ല. അതേ അവസരത്തിൽ ഈ ആളില്ലെങ്കിൽ ചെയ്യും. പക്ഷെ എന്തുണ്ട്, അയാൾ ഉണ്ടാകുമ്പോ കുറച്ച് മെച്ചപ്പെടുത്തും. അയാൾ അന്നേരം ഒരു മാരുതായ സൂറത്തല്ലോ, അല്ലെങ്കിലോ എന്തെങ്കിലും സൂറത്ത്. അപ്പൊ ഈ സൂറത്ത് മാറ്റി എന്തുവാകില്ല. അപ്പൊ ജലിയായ അല്ലെങ്കിൽ ഖഫിയായ റിയായിനത്തൊട്ട് സലാമത്താകണം. മറ്റൊന്നോ വകുല്ലി മാഫി ഹദ്ദുൽ ലിന്നഫ്സി, നഫ്സിന്റെ ഹദ്ദുള്ള എല്ലാത്തിനത്തൊട്ടും സലാമത്താകണം.
ഉബാദിന്റെ അടിയിലെ പടിയിൽ ഇഖ്ലാസായി പറഞ്ഞു വന്നത്. അപ്പൊ ഫലാ യഅമലൂനൽ അമല ഇല്ലാ ലില്ലാഹി, അവർ അമലിന്റെ പേരെന്താന്ന്? ലില്ലാഹി അമല്. ലില്ലാഹി അതെന്തിനാ? തലബൽ ലിസ്സവാബ്, അവരുടെ ലക്ഷ്യം അല്ലാഹുവിന്റെ പക്കന്ന് കൂലി കിട്ടല്. വഹറബ മിനൽ ഇഖാബ്, ഇഖാബിനെ തൊട്ട് ഒരു രക്ഷപ്പെടല്. മാ നിസ്ബത്തിൽ അമലി ഇലൈഹിം, ഈ അമൽ ഞാൻ ചെയ്തു എന്നുള്ള അവകാശവാദം ഉണ്ടാവും. ഞാൻ കൃഷി, ഞാൻ നോറ്റി, ഞാൻ അങ്ങനെയാക്കി, ഒരു ഞാനുണ്ട് ഇവിടെ, ഒരു ഫായിലൈറ്റ്. ഇനി വലിയ എത്തിമാദി അലേഹി, അതിന്റെ മേൽ തന്നെ എത്തിമാദും ഉണ്ടാകും. സവാബ് കിട്ടലിലോ അല്ലെങ്കിൽ ഹിസാബിൽ രക്ഷപ്പെടലിലോ കാര്യം നേടലിലോ ഇനമുള്ള എത്തിമാദ്. ഇതൊരു വസീല മാത്രമായിട്ട് നോക്കൂ. അപ്പൊ രണ്ടെണ്ണായി, ഒന്നായി. അപ്പൊ ഇത്രയും ഇല്ലാഞ്ഞാൽ എന്താവൂല, അടിയിലെ പടി പോലും ഇല്ല, സീറോ. വഇഖ്ലാസുൽ മുഹിബ്ബീൻ, അടുത്ത സ്റ്റേജാണ് പറയുന്നത്. മുഹിബ്ബീങ്ങളുടെ ഇഖ്ലാസ് ഹുവൽ അമലു ലില്ലാഹി തആല, അല്ലാഹു തആലാക്ക് വേണ്ടിയുള്ള അമലാണ്. ഇജ്ലാലൻ വ തഅലീമൻ, അല്ലാഹു തആലനെ ആദരിക്കലും അവനെ ബഹുമാനിക്കലും മാത്രമാണ്. ലിഅന്നഹു തആല അഹ്ലുൽ ലിദാലിക്, അല്ലാഹു തആല ഇതിന് അവകാശപ്പെട്ടവനാണ്. എന്നല്ലാതെ ലാ ലിഖത്തി സവാബിൻ, സവാബിന്റെ ഉദ്ദേശം ഇല്ല. പിന്നെ വലാ ഹറബി മിൻ ഇഖാബി, ഇഖാബിനെ തൊട്ട് രക്ഷപ്പെടലും അതും ഇല്ല. എല്ലാം ചെയ്യും. അന്നേക്കാമ്പ് ചെയ്താൽ നിരക്കുള്ള, സവാബ് തന്നിട്ടില്ലെങ്കിൽ നിരക്കുള്ള ഒന്നും അതിലേക്ക് നോട്ടേ ഇല്ല. പറഞ്ഞത് പടച്ചോനെ, നിന്റെ നാരിനെ ഭയപ്പെട്ടുകൊണ്ട് ഞാൻ ഇബാദത്ത് എടുക്കുന്നില്ല. വലാ തമഅൻ ഫീ ജന്നതിക, നിന്റെ സ്വർഗത്തിൽ കൊതി വെച്ചത് കൊണ്ടും ഇബാദത്ത് എടുത്തിട്ടില്ല. കുല്ലുഹും യഅബുദൂക മിൻ ഖൗഫി നാരിൻ വയറൗന നജാത ഹല്ലൻ ജസീലാ. ഔ ബി അൻ യസ്കുനുൽ ജിനാന ഫയഹ്ലൗ ബിരിജാലിൻ വയശ്റബു സൽസബീലാ. ഇതിനല്ലേ ശമ്പളം കിട്ടണമെന്നാ പറയുന്നത്. പക്ഷെ കുറവ് പറയുന്നത് എന്താ? ഇതൊന്നും വേണ്ട, നീ ഇബാദത്ത് എടുക്കാൻ അഹലാണ്, ഞാൻ അബ്ദ് അബ്ദിന്റെ വണ്ടി എടുക്കുന്നവർ. ഇതാ മുഹിബ്ബീങ്ങൾ. അപ്പം ഇബാദത്ത് ഇവിടെയുണ്ടെന്ത്? ഇബാദത്ത് ചേർക്കലെന്നൊന്നുണ്ട്. ഇടത്തേക്ക് മാ അബത്തുക നബി ചെയ്താലും ഡിസ്പ്യൂട്ടല്ലോ. ഇസ്നാദ് എന്ന് പറഞ്ഞാൽ എന്താന്ന്? ഇസ്ബാത്ത് കൊണ്ടോ നബി കൊണ്ടോ ചേർത്ത ഇസ്നാദ് ഒന്നില്ലേ? ഞാനിപ്പോ മുഖ്തസറ പറഞ്ഞ ഇപ്പോഴത്തെ കാമ സൈദുൻ എന്ന് പറഞ്ഞാൽ കാമ എന്താന്ന്? ഒരു ഫെയ്ലി അഥവാ അതിന് മുസ്നദ്. സൈദാരാണ്? മുസ്നദുൻ ഇലൈഹി, ഇസ്ബാത്താണ്. മാ കാമ സൈദുൻ എന്ന് പറഞ്ഞാൽ മാ കാമ ഫെയ്ലാണ്, ഇസ്ബാത്തല്ല, നബിയാണ്. അതിന്റെ മുസ്നദുൻ ഇലൈഹി ആരാണ്? സൈദ്. അപ്പൊ ഇസ്ബാത്തായാലും നബിയായാലും എന്തുണ്ട്? മുസ്നദുൻ ഇലൈഹി ഉണ്ട്. അതന്നെയാണ് മാ അബത്തുക എന്ന് ഇവിടെ പറഞ്ഞത്. നബിയായാലും ഇസ്ബാത്ത് ഉണ്ടല്ലോ. അത് ഇന്നാളൊരു എല്ലാവരോട് ഇതാന്ന് ഞാൻ പറഞ്ഞു ലറബ സയ്യിദുന തർക്കി പറഞ്ഞിട്ട്. എന്താ ലറബ? മാലബി സയ്യിദ് ഫായിൽ അല്ലേ? മാ ലറബ. പറയേ എന്താ തർക്കീബ്? സയ്യിദ് എന്താ അവിടെ? ഫായില്. നിങ്ങൾ അതിൽ തന്നെ വേണ്ട, അടിച്ചിട്ടില്ല. പിന്നെ ഇങ്ങനെ ഫായിലേ അടിക്കാത്തവളെ ഫായിലാക്കല. ഇതല്ലേ കളവ്? ഇയാളിങ്ങനെ വിലട്ട് വെക്കും. അടിക്കാത്ത ആളെ ഇയാളെ കുറ്റക്കാരനാക്കിയില്ല. നിരപരാധനപ്പെട്ടിട്ട് അറിഞ്ഞു വെച്ചില്ലേ? ഇതേ ചോദ്യം സൗദി അറേബ്യയിൽ നിന്ന് നമ്മളെ ജാബിറിനെ വിളിച്ചിട്ട് അവിടെ വലിയൊരു ആലും ചോദിച്ചു. ഇവർ കാണാൻ പോയപ്പോ ജാബിറെന്ന് എത്ര പറഞ്ഞ് ചെയ്തിട്ടില്ല എന്ന് നോക്കലല്ല, അറബി തന്നെ. ആ ഫെയില് ഇസ്ബാത്ത് കൊണ്ടോ നബി കൊണ്ടോ ഇസ്നാദ് ചെയ്യുന്ന ഒരു സാധനം. ഇതിലാണ്ട് ഹഖീഖിയ ഫൈലാന്ന് അർത്ഥമില്ല. അയാൾ വലിയ അവൻ മാഷാ അല്ലാഹ് നീ ആരെ മോനാന്ന് ചോദിച്ചിട്ട്
അപ്പൊ ഫായില് എന്ന് പറഞ്ഞാൽ അടിച്ചാളുന്ന എല്ലാ അർത്ഥം. അത് ദർബയായാലും മാദർബയായാലും ഇസ്നാദ് ചെയ്യാൻ ആ നോട്ടീസ് ഒട്ടിക്കാനോ ചുമര് വേണ്ടേ? ആ ചുമര. അപ്പൊ ഇവിടെ മാ അബത്തുക്ക എന്ന് പറഞ്ഞപ്പോ നബിയാണെങ്കിലും അബദാന്റെ ഫെയിലും തൂന്നുള്ള ഫായിലും അവിടെ ഉണ്ട്. അതാ പറയുന്നത് ഇബാദത്തെ ഇലൈഹ. ഇപ്പൊ ശരിയായ. ഇനി മൂന്നാമത്തെ ഇഖ്ലാസ് ഇഖ്ലാസുൽ ആരിഫീൻ. ആരിഫീങ്ങളുടെ ഇഖ്ലാസ് എന്താണ്? ശുഹൂദുഹും ഇൻഫിറാദൽ ഹഖ് ബിതഹരീകിഹിം വതസ്കീനിഹിം. ഇവരെ അനക്കിയോനും അടക്കിയോനും നിർത്തിയോനും റുക്കു ചെയ്യിപ്പിച്ച് ഇങ്ങനെ പിടിച്ച് മണക്കിയോനും കൈയും കാലും ഭൂമിയിലേക്ക് ആക്കിയോനും കോനാന്ന് ഞാനല്ല. ഞാൻ അതിനിങ്ങനെ വിധേയനായിട്ട് ഇങ്ങനെ കുടി കൊടുക്കും. മിൻ ഗൈരി അൻഫഉ ലിഅൻഫുസിഹിം ഫീ ദാലിക. ഈ വിഷയത്തിൽ അവർ കാണുന്നില്ല ഹൗലൻ വലാ ഖുവ്വ. അപ്പൊ ഞാൻ ചെല്ലിയ റാത്തീബ്, ഞാൻ ചെന്നിക്കിച്ച നിക്കാരൻ, ഞാൻ തോറ്റ നോമ്പുന്നു. നോമ്പ് നോപ്പിച്ചോന്, നിക്കിപ്പിച്ചോന്. ഫലാ യഅമലൂനൽ അമല ഇല്ലാ ബില്ലാഹി. കണ്ട, ബില്ലാഹി അള്ളാനെ കൊണ്ട് നടന്നൊരമല. ലാ ബിഹൗലിഹിം വലാ ഖുവ്വതിഹിം വഹാദാ അർഫഉ മിമ്മാ ഖബലഹു. അപ്പൊ തൊട്ട മുമ്പുള്ളതാ ഒന്നും രണ്ടിനാക്കാണ് മൂന്നിന് സ്ഥാനം കൂടി എന്നർത്ഥം. ശരിയാ. അപ്പൊ വിഭാഗം എന്തുണ്ട്? ലില്ലാഹി, ലില്ലാഹി ബില്ലാഹി. ഏത്? ലില്ലാഹി. അത് രണ്ടും ലില്ലാഹി. പക്ഷെ ഒരു വ്യത്യാസം എന്താണ്? അമല് ഞാൻ ചെയ്തു, അമല് ആമിൽ ഇവറായിട്ട് കാണുന്നുണ്ട്. രണ്ടു മക്കാമേ ഉള്ളൂ. ലില്ലാഹിയാണ് ഇയ്യാക നഅ്ബുദു, ബില്ലാഹിയാണ് വയ്യാക നസ്തഈൻ. ഇനി ഉള്ളിലേക്ക് നോക്ക്. അൽ അഅമാലു സുബറുൻ ഖായിമത്തുൻ വഅർവാഹുഹാ വുജൂദു സിദ്ദിൽ ഇഖ്ലാസ് ഫീഹാ. അതല്ല പറഞ്ഞേ, ഇഖ്ലാസു കുല്ലി അബ്ദിൻ ഫീ അഅമാലിഹി. ഏതൊരു അബ്ദിനും അവന്റെ അമാലുള്ള ഇഖ്ലാസ് അലാ ഹസ്ബി റുതുബത്തിഹി വ മഖാമിഹി. അദ്ദേഹത്തിന്റെ റുതുബയും മഖാമും അനുസരിച്ച് മാറി വരും. ഇപ്പൊ എന്താക്കിയത്? തുടക്കത്തില് ഒബ്ബാദ്, മുഹിബ്ബ്, ആരിഫ്. അപ്പൊ ഫഅമ്മാമൻ, അപ്പം അതാ പാടിട്ട് പറഞ്ഞു ഫഅമ്മാമൻ കാന മിൻഹും മിനൽ അബ്റാർ. അപ്പൊ അബ്റാറിങ്ങളിൽപ്പെട്ടവരുണ്ട്. ഏതാ നമ്മൾ അദ്കിയ പറഞ്ഞ മുഖത്തസിദാന്നാള്. അദ്കിയയിൽ പറഞ്ഞതാണ് മുഖത്തസിദും സാബിഖും ബിൽ ഖൈറാത്തും. ഓറ ഭാഷയിലെ അഹ്ലു ശരീഅ, അഹ്ലു തരീഖ. ഖുർആന്റെ ഭാഷയിൽ പറഞ്ഞാൽ മുഖത്തസിദ് സാബിഖും ബിൽ ഖൈറാത്ത്. ഫമിൻഹും ثم أورثنا الكتاب الذين اصطفينا من عبادنا فمنهم ظالم لنفسه ومنهم مقتصد ومنهم سابق بالخيرات. മൂന്ന് റുതുബയായി. ലാലിമിനെ തൽക്കാലം ഇയാളെ നിൽക്ക്, ഇന്നെ കറ്റനായിട്ടില്ല. ഇനി കഴിച്ചു ബാക്കി എത്ര ഉണ്ട്? അതല്ലോ മുഖത്തസിദും സാബിഖും. മറ്റൊരു സ്ഥലത്ത് ഇന്നൽ അബ്റാറ, അബ്റാറാണ് മുഖത്തസിദ്. അസ്ഹാബുൽ യമീൻ എന്ന് പറഞ്ഞത് മുഖത്തസിദാണ്. സാബിഖും ബിൽ ഖൈറാത്ത് വലിയ റുതുബയിലുണ്ട്. അതാണ് അബ്റാർ. അപ്പൊ ഫമുൻതഹാ ദറജത്തി ഇഖ്ലാസിഹി. അപ്പൊ അവർ ഇഖ്ലാസിന്റെ പരമാവധി അൻ തകൂന അഅമാലുഹു സാലിമതൻ മിൻ ദിയാഇൽ ജലിയ്യി വൽ ഖഫിയ്യ. എന്താ പറഞ്ഞ ദിയാഉൽ ജലിയും ദിയ ഖഫിയ്യും എല്ലാം ഒഴി നിൽക്കുക. മാത്രമല്ല വഖസ്തി മുവാഫഖത്തി അഹ്വാഇൻ നഫ്സ്, നഫ്സിന്റെ അഹ്വാഇനോട് യോജിക്കുക എന്നുള്ളതും പോയി. ഇതുകൊണ്ട് നഫ്സിനെന്തും ഒരു ആനുകൂല്യം വെച്ച് കേട്ടില്ലേ അല്ലേ? അനി തലബൽ ലിമാ വഅദല്ലാഹു ബിഹി അൽ മുഖ്ലിസീന. മുഖ്ലിസീങ്ങൾക്ക് അല്ലാഹു തആല വാഗ്ദാനം ചെയ്ത് തേടുന്നു മിൻ ജസീലി സവാബ്. കൂലിയെല്ലാം ചോദിക്കൂ, നീ തരാൻ പറ്റില്ലേ? ഒന്നോ വഹ്സുൽ മആബ് വഹറബൻ അമ്മാ ഔഅദ ബിഹിൽ മുഖ്ലിസീന. ദോഷം സംഭവിച്ച ആളുകൾക്ക് അല്ലാഹു തആല താക്കീത് നൽകിയതിൽ നിന്ന് രക്ഷപ്പെടാനും മിൻ അലീമിൽ അദാബി സൂഇൽ ഹിസാബ്. അപ്പൊ ഈ മർത്തബക്ക് എന്ത് പേര്? മിനത്ത് തഹഖുഖ് ബിമാനാ ഖൗലിഹി ഇയ്യാക നഅ്ബുദു എന്ന ആ ഖൗലിന്റെ തഹഖുഖാൻ കണ്ടു. നഅ്ബുദു എവിടെ? നഅ്ബുദു തഹഖുഖാകൽ എങ്ങനെ? ഇയ്യാക മുന്തിച്ച് നഅ്ബുദുക എന്ന് പറഞ്ഞതിന് പകരം മഫ്ഊൽ ഇപ്പറിട്ട് ഒറ്റ അക്ഷരം കൊടുത്ത് തീർക്കാൻ പാടുന്നു. ഇവിടെ 3 അക്ഷരം വന്നിട്ടുണ്ട്, ഇയ്യാക്ക് 4 അക്ഷരം വന്നിട്ടുണ്ട്.
തീർന്നായിരുന്നു. ഇയ്യാക ഐ ലാ നഅബുദു ഇല്ലാ ഇയ്യാക വലാ നുശ്രികു ബിഹി ഫീ ഇബാദത്തിനാ ഗൈറക. ആ ഹസർ പറഞ്ഞതാണ്. വഹാസുലു അംദിഹി, ഇദ്ദേഹത്തിന്റെ ചുരുക്കം എന്താണ്? ഇഖ്റാജുൽ ഖൽഖി അൻ നദരിഹി ഫീ അമാലി ബിർരിഹി, ഗുണകരമായ അമൽ ചെയ്യുന്ന വിഷയത്തിൽ ഖൽഖിന് അതിൽ പങ്കേയില്ല. ഖൽഖിൽപ്പെട്ട ഇവനു, ഖൽഖിൽപ്പെട്ടതന്നെ ഇവന്. അപ്പം അവനെ തടിഞ്ഞ വാക്ക് യോജിക്കേണ്ട കാര്യം അതിൽ വരൂല. കാണുന്ന ആളുമില്ല, കേൾക്കുന്ന ആളുമില്ല. ദിയാഗ് കാണുന്ന കാണിക്കാനോ കേൾക്കുന്നാക്ക് കേൾക്കാനും പഠിച്ചല്ലേ ദിയാഗ് ഉണ്ടാകില്ലേ? അതെ. പക്ഷെ എന്തുണ്ട്? അമലിന്റെ മേലെ ഏറ്റുമാതും ഉണ്ടാകും, നഫ്സിനെ കൊണ്ട് ചേർക്കുന്നുണ്ട്. അതാണ് ബാക്കി കിടക്കുന്നത്. അതാ അതിന്റെ പോരായ്മ. ഇനി മുഖർറബീങ്ങളിൽപ്പെട്ടാലോ ഫഖദ് ജാവസ ഹാദാ, ഈ മർത്തബയും വിട്ടിട്ട് ഇല അദമി റുഅ്യതിഹി ലിനഫ്സിഹി ഫീ അമലിഹി, അവന്റെ അമലിൽ അവന്റെ നഫ്സിനെ പോലും കാണുന്നില്ല. ഞാൻ ചെയ്തു എന്ന അവകാശമില്ല. ചെയ്യാൻ അല്ലാഹു തൗഫീഖ് ചെയ്യിപ്പിച്ചു, ഞാൻ അതിൽ വിധേയനായി. വമാ കുന്നാ ലിനഹ്തദിയ അൽഹംദുലില്ലാഹി അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അത് വെറും വാക്കല്ല, അത് ബോധ്യപ്പെട്ട് ദൗക്കോടുകൂടി പറയലാണ്. അത് റാത്തീബിന്റെ മട്ടം പോലെ ചൊല്ലിക്കഴിഞ്ഞാൽ ആ ദൗക്കിങ്ങനെ വരും. മറ്റേത് ഞമ്മൻ ചെല്ല റാത്തീബ് എന്ന് പറയാനോ ഞമ്മൻ ചെല്ല ദിക്കെന്ന് പറയാൻ നാവ് വരൂല. കാരണം ദൗക്ക് പ്രേരിപ്പിക്കൂല. അപ്പൊ അവന്റെ ഇഖ്ലാസ് എന്താ? ഇന്നമാ ഹുവ ഫീ ശുഹൂദി ഇൻഫിറാദിൽ ഹഖ് തആല, ഹഖ് സുബ്ഹാനഹു വ തആല മാത്രം തനിച്ചിരിക്കുന്നു എന്ന ശുഹൂദ് ഉണ്ടാകും. എന്തിന്? ബിത്തഹരീകിഹി വ തസ്കീനിഹി, ഇവനെ ചലിപ്പിച്ചവനും അടക്കി നിർത്തിയവനും റുകൂഇൽ കുനിയിപ്പിച്ചവനും സമയല്ലാഹുൽ എണീപ്പിച്ചവനും എല്ലാം ഹറക്കാത്തു സകലത്തെല്ലാം വരും. മിൻ ഗൈരി അൻ യദാ ലിനഫ്സിഹി ഫീ ദാലിക ഹൗലൻ വലാ ഖുവ്വ, ഹൗലുല്ല ഖുവ്വത്തുല്ല. വയുഅബ്ബറു അൻ ഹാദൽ മഖാമി, ഈ മഖാമിന് പേരെന്താണ്? ബിസ്സിദ്ഖ്. അപ്പൊ ഇഖ്ലാസ് വിട്ടിട്ട് സിദ്ഖ് എന്നുള്ള പദവിയിലേക്ക് എത്തി. അതൊക്കെ തബിസ്സിദ്ഖി വൽ ഇഖ്ലാസി വസ്സുഹദി. കണ്ടാ, അവർ ഉത്തുബയിൽ പറയുകയാണെങ്കിൽ ഇഖ്ലാസിന്റെ അപ്പുറം സിദ്ഖ്. അല്ലദീ ബിഹി, ഇങ്ങനത്തെ സിദ്ഖാണ് യസിഹു മഖാമുൽ ഇഖ്ലാസ്, ഇഖ്ലാസിന്റെ മഖാം സഹിയാവൽ സിദ്ഖ് വന്നാലേ സഹിയാവുള്ളൂ. അല്ലെങ്കിൽ ഇഖ്ലാസിൽ ചെറിയൊരു കോട്ടുണ്ടാവും. വസാഹിബു ഹാദാ, ഈ മനുഷ്യനുണ്ടല്ലോ, മസ്ലൂഖും ബിഹി സബീലത്ത് തൗഹീദി വൽ യഖീൻ, യഖീനിന്റെയും തൗഹീദിന്റെയും സബീലിൽ അയാളെ പിടിച്ച് കൂട്ടപ്പെട്ടിട്ടുണ്ട്. ഇയാൾ കൂടിയ ആളല്ല, കൂട്ടപ്പെട്ടാണ്, പിടിച്ചു കൂട്ടിയിട്ടുണ്ട്. പിന്നെ വഹുവ മിനത്ത് തഹഖഖ് ബിമഅനാ ഖൗലിഹി തആല വഇയ്യാക നസ്തഈൻ, അതാ മക്കാം. അപ്പൊ ഫാത്തിഹ സൂറത്തിൽ ഇപ്പൊ എത്ര അബ്റാറിയങ്ങളെ മക്കാമും പറഞ്ഞു, മുഖർറബീങ്ങളെ മക്കാമും പറഞ്ഞു. നിന്നെ കൊണ്ടല്ലാതെ ഇസ്തിആനത്തില്ല. ലാ ബി അൻഫുസിന, അപ്പൊ ഹസ്റില്ലേ? അപ്പൊ ലാ ബി അൻഫുസിന വലാ ഹൗലിനാ വഖുവ്വതിനാ, നമ്മളെ നഫ്സ് കൊണ്ടുള്ള, അവൻ നഫ്സെ നീ എന്നെ സഹായിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. ഫഅമലുൽ അവ്വലി, ഒന്നാമത്തെ അമലി, ആര്? അബ്റാറിയങ്ങളുടെ അമലി, ഹുവൽ അമലു ലില്ലാഹി തആല വഅമലു ത്സാനി ഹുവൽ അമലു ബില്ലാഹി തആല. എന്നാലും ദ്വാരക്കും സാധേ അല്ലാഹു നമ്മളെ ലില്ലാഹി ബില്ലാഹി ആക്കട്ടെ എന്ന് പറഞ്ഞാൽ മതി. ഞാൻ പണ്ട് കാലത്ത് പറയലങ്ങനെ, ലില്ലാഹി ബില്ലാഹി, ജാലനല്ലാഹു ലില്ലാഹി ബില്ലാഹി. ഇയാളെന്താ പറയുന്നത്? അയാളേക്ക് മതിയിട്ടില്ല. ഇനി ഓരോന്നിന് വ്യത്യാസം നോക്ക്. ലില്ലാഹിയും ബില്ലാഹിയും തമ്മിൽ വ്യത്യാസം ഉണ്ടോന്ന് നോക്ക്. ഫൽ അമലു ലില്ലാഹി, ഒന്നാമത്തേത് യൂജിബുൽ മസൂബത, ശമ്പളം കിട്ടും. വൽ അമലു ബില്ലാഹി തആല യൂജിബുൽ ഖുർബത, ശമ്പളം ഒന്നും കിട്ടൂല, നല്ല സീറ്റാ കിട്ടുക.
വൽ അമലു ലില്ലാഹി തആല ഒന്ന് യൂജിബു തഹഖീഖൽ ഇബാദത്തി വൽ അമലു ബില്ലാഹി തആല യൂജിബു തസ്ഹീഹൽ ഇറാദത്തി വൽ അമലു ലില്ലാഹി തആല നഅതു കുല്ലി ആബിദ് എല്ലാ ആബിദിനും പറയാം വൽ അമലു ബില്ലാഹി തആല നഅതു കുല്ലി ഖാസിദ് വൽ അമലു ലില്ലാഹി തആല ഖിയാമുൻ ബിഹകാമിൽ ലവാഹിർ ലാഹിറായ ഹക്കാം വൽ അമലു ബില്ലാഹി തആല ഖിയാമുൻ ബിൽ ലമാഇർ കണ്ടാ അവ വിവിധങ്ങളായ വഹാദിഹിൽ ഇബാറത്തുൽ ഇമാമി സയ്യിദിനാ വ മൗലാന അബുൽ ഖാസിം അൽ ഖുശൈരി റളിയല്ലാഹു അൻഹു മൂപ്പർ പറഞ്ഞ ഖുശൈരി റിസാല നമ്മോദിയല്ലേ وبهذا يتبين الفرق بين المقامين ഫലില്ലാഹിന്റെയും ബില്ലാഹിന്റെയും മർത്തബ രണ്ടും രണ്ടാണ് വളരെ വ്യത്യാസമുണ്ട് എന്ന് മനസ്സിലായല്ലോ വതബായുനുഹുമാ ഫിശ്ശറഫി വൽ ജലാലത്തി ശറഫിന്റെയും ജലാലത്തിന്റെയും വിഷയത്തിൽ രണ്ടിനും വ്യത്യസ്ത സ്ഥാനമാണ്. ഇതിനെ ശറഫ് അധികം ബില്ലാഹി. അപ്പൊ ഫൈഖലാസു കുല്ലി അബ്ദിൻ ഹുവ റൂഹു അഅമാലിഹി ഇന്നടുത്തേക്കെത്തി. രണ്ടാമത്തെ ഇതിൽ വഅർവാഹുഹാ വുജൂദു സിദ്ദിൽ ഇഖ്ലാസിന്റെ വയലിൽ കടന്നു മതൻ നോക്കാം. അപ്പോൾ ഓരോ അബ്ദിന്റെയും ഇഖ്ലാസ് ഹുവ റൂഹു അഅമാലിഹി അവനവൻ ചെയ്യുന്ന അമാലിന്റെ റൂഹാണ്. അപ്പൊ ഫബി വുജൂദി ദാലിക ആ റൂഹ ഉണ്ടായാൽ തകൂനു ഹയാതുഹാ അതിന് ഹയാത്ത് കിട്ടി വസലാഹിയത്തുഹാ ലിതഖറബ് ബിഹാ അതുമായിട്ട് അല്ലാഹുവിനെ സമീപിക്കാൻ പറ്റുന്ന യോഗ്യതയുണ്ട്. അല്ല ഇതെന്താണ് നീ കൊണ്ടുവന്ന് അതിനുണ്ടാ ജീവേ ചത്ത സംഭവിച്ചാ വരിക വയകൂന ഫീഹാ അഹ്ലിയത്തു വുജൂദിൽ ഖബൂലി ലഹാ ഈ അമാലുകൾ ഖബൂൽ ചെയ്യാനുള്ള അഹ്ലിയത്തും ഉണ്ടായി തീർന്നു. ഇനിയോ വബി അദ്മി ദാലിക അത് നഷ്ടപ്പെട്ടാലോ യകൂനു മൗതുഹാ വസുഖൂതുഹാ അത് മരിക്കുകയും ചെയ്ത് അത് കൊള്ളരുതാത്തതായി അന്തരത്തിൽ എത്തിബാർ. അപ്പൊ വതകൂനു ഇദ്ദാക അസ്ബാഹം ബിലാ റൂഹ് റൂഹില്ലാത്ത തടി പിന്നെ വസുബറം ബിലാ മആൻ മഅനയില്ലാത്ത സൂറത്ത്. ഖാല ബഅദുൽ മശായിഖി ബഅദുൽ മശായിഖ് പറയുന്നു സഹിഹ് അമലക ബിൽ ഇഖ്ലാസ് നിന്റെ അമലിനെ നീ എന്താക്കണം ഇഖ്ലാസ് കൊണ്ട് അതിനെ സഹിയാക്കണം എന്ന് പറഞ്ഞു. അത് ഒന്നാമത്തെ മർത്തബയിലേക്കാ പോകുന്നു. എന്നിട്ടോ ആ ഇഖ്ലാസിലും ഉണ്ടാവാൻ എന്തെങ്കിലും ഒന്ന് അവിടെ നഫ്സിനെ കാണാതെ കണ്ട് ഹൗല് ഖുവ്വത്തിനെ തൊട്ട് ഒഴിവാക്കിക്കൊണ്ട് ഇഖ്ലാസിനെ ക്ലിയർ ആക്കണം. അതേതാ മർത്തബ? രണ്ടാം മർത്തബ മുഖർറബീങ്ങൾ. സമയണ്ടാ മൂന്നിലാണ് ഇത് തുടങ്ങിയോണ്ട് നമുക്ക് 3-4 പേജ് തീർന്നു. ചോറയ്ക്ക് 2-ാം നമ്പർ ആക്കാഞ്ഞാല് 1-ാം നമ്പർ ആവില്ല. അതിനൊക്കെ ആദ്യം തദ്ബീർ വേണം. ഹരീനഫ്സക്കമിന്റെ തദ്ബീർ എന്ന് പറഞ്ഞാൽ ആ തദ്ബീറല്ല അതിത്. ഇപ്പൊ തൊട്ടാലും എഴുതൂല. അടുത്തേക്ക് കഥ നല്ലോണം പറയോ എന്താപ്പാ ഉള്ളിൽ എത്ര പാടകത്തുണ്ട്. ഇനി ഇഖ്ലാസ് ഉണ്ടാണെങ്കിൽ ആളെ ഒഴിവാക്കണം എന്നാ പറയുന്നു. അല്ലെങ്കിൽ ആളുണ്ടാകുമ്പോ ഇഖ്ലാസ് പായുമല്ലോ. ഓനെ കാണാൻ വേണ്ടിയല്ലേ, ആജിക്കാനെ കാണാൻ വേണ്ടി. അതായത് പറയുന്നു ഇഖ്ലാസ് തഹഖുഖാകാൻ വേണ്ടി എന്താക്കണോ ഉസ്ലത്തല്ല. നീ പറയാൻ വന്ന് ഖുമൂൽ എന്ന് പറഞ്ഞാൽ പ്രസിദ്ധനാവണ്ട. പ്രസിദ്ധിയായാല് ഫുലാനുബിന് ഫുലാനി അതെ കുയ്മതിട്ട് കൂടെ കഥയുണ്ട്. ഇപ്പൊ ഷറഹ് വായിച്ചാൽ പേടി എത്തൂലല്ല. കഥകൾ ഒരുപാടുണ്ടാവും. ഭാഗ്യത്തിനുണ്ട് മല. അപ്പൊ അത് തുടങ്ങിയാൽ എത്തൂല. അല്ല സർക്കാവ് തുടങ്ങിയാലും എത്തൂല.